കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. البدر شق بأمره والشمس إذ غربت له ردت بغير تردد. الله ولي الله ولي نعم الولي صلوا على هذا النبي محمد. الحمد لله. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. ഇപ്പോൾ ചൊല്ലിയ സ്വലാത്ത്, എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി. അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി. തിരുപ്പിറവി മാസം, തിരുപ്പിറവി മാസം അഥവാ റബീഉൽ അവ്വൽ മാസമാണ് ശഹ്റുൽ മൗലിദ്, തിരുപ്പിറവിയുടെ മാസം. തിരുപ്പിറവി മാസം ഖൽബിന്റെ, നമ്മുടെ ഹൃദയത്തിന്റെ വസന്തത്തെ പുനരുജ്ജീവിപ്പിച്ചു. അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. കുല്ലൽ അനാം, എല്ലാ പടപ്പുകൾക്കും അവരുടെ ഖൽബിന്റെ റബീഉ വസന്തത്തിന് പുതുജീവൻ വന്നു, പുതുജീവൻ നൽകി. ശഹ്റുൽ മൗലിദി, പുതുപ്പിറവി മാസം. കുല്ലല്ലനാം, എല്ലാ പടപ്പുകൾക്കും, എല്ലാ പടപ്പുകൾക്കും അത് നൽകി. ബിദിക്രി മൗലിദി അഹ്മദി. അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പറയൽ കൊണ്ട് റബീഉൽ അവ്വൽ മാസം കണ്ട് വന്നാൽ എല്ലാവരുടെയും ഹൃദയത്തിന്റെ വസന്തത്തിന് ജീവൻ വെക്കുന്നു. ഈ ഹൃദയ വസന്തം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഹൃദയ വസന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ ആനന്ദിക്കുന്ന ഹൃദയത്തെ ഹൃദയ വസന്തം എന്ന് വിശേഷിപ്പിച്ചതാണെന്നൊരു കൂട്ടർ. അല്ല, വേറെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഏതൊരു മുഅ്മിനിന്റെയും റബീഉൽ ഖൽബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പൊ നബിതങ്ങളെ ഹയാത്താക്കുന്നു ശഹ്റുൽ മൗലിദ്. റബീഉൽ അവ്വൽ മാസം വന്നാൽ നബിതങ്ങളെ പറ്റി പറയുന്നു, നബിതങ്ങളെ പറ്റി പാടുന്നു, നബിതങ്ങളെ ശഹ്റുൽ മൗലിദ് ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസം വന്നാൽ പിന്നെ എവിടെയും പരക്കെ കേൾക്കുന്നിടത്തും കാണുന്നിടത്തും ഒക്കെ മീലാദാഘോഷ പരിപാടികളാണ്, മൗലിദ് പരിപാടികളാണ്. പണ്ടത്തേക്കാൾ ജോറായി നടക്കുകയാണ്. ലിക്കുല്ലിൽ അനാം, എല്ലാ സൃഷ്ടികൾക്കുമുണ്ട് ഇത്. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ പടപ്പുകളും റബീഉൽ അവ്വൽ മാസത്തിൽ സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു. ലിക്കുല്ലിൽ അനാം, അവിടെ ആ ലി എന്നതിനെ അങ്ങ് കളഞ്ഞിട്ടാണ് കുല്ലൽ അനാം എന്നാക്കിയത്. ഞാൻ പറയുന്നത് ഈ ഒരു വരി പലപ്പോഴും അറബി ഭാഷ അറിയുന്ന പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കാറുണ്ട്. അതുകൊണ്ട് പറയാം, കുല്ലൽ അനാം ഇത് അറബി ഭാഷ അറിയുന്നവർക്ക് വേണ്ടി മാത്രം ഒരു വാക്കാണ്. അവിടെ ജറിന്റെ ഹർഫായ ലാം അതങ്ങ് കളഞ്ഞാൽ പിന്നെ നസ്ബ വരിക. അങ്ങനെയാണ് കുല്ലൽ അനാം എന്ന് വന്നത്. അല്ലെങ്കിൽ എന്തായാലും ഈ അഹിയ എന്ന ഫിയലിന് ആദ്യം ഒരു മഫ്ഊൽ കണ്ടു, പിന്നെ ഒരു ഫിയലും കണ്ടു, പിന്നെയും ഒരു മഫ്ഊൽ വരാൻ ഒരു ചാൻസും കാണുന്നില്ല. രണ്ടാം മഫ്ഊൽ ഉണ്ടാകുന്ന ഫിയലല്ല. അപ്പൊ അതുകൊണ്ട് എന്താണിത് എന്നൊരു മനസ്സിലാകാതെ ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഒന്നിരിക്കൽ അങ്ങനെ. അല്ലെങ്കിൽ ഇതേ വിഷയത്തെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ 2-3 രൂപത്തിൽ പാരായണങ്ങൾ മുമ്പ് മുതലേ കൈമാറി വരുന്ന ഏടുകളിൽ 2-3 തരത്തിൽ കാണുന്നുണ്ട്. ഒന്നിരിക്കൽ അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി, ഒരു രൂപം അങ്ങനെ. രണ്ടാമത്തേത് അഹ്യാ റബീഅൽ ഖൽബി ശഹ്റൽ മൗലിദി കുല്ലുൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. അഹ്യാ റബീഅൽ ഖൽബി ശഹ്റൽ മൗലിദി, തിരുപ്പിറവി മാസമായ ഖൽബിന്റെ വസന്തമായ റബീഇനെ ജീവൻ വെപ്പിച്ചു. കുല്ലുൽ അനാം, എല്ലാ പടപ്പുകളും കൂടെ ജീവൻ വെപ്പിച്ചു, അതിനെ സജീവമാക്കി. ബിദിക്രി മൗലിദി അഹ്മദി, ബിദിക്രി മൗലിദി അഹ്മദി. അങ്ങനെയും വായിക്കും. കുല്ലു എന്ന് വായിച്ചുകൊണ്ടൊരു വായന, ഷഹ്റു എന്നെടുത്തപ്പോൾ ഷഹ്റ എന്നാ വായിക്കുക. അങ്ങനെ ഒരു വായന വേണമെങ്കിൽ അങ്ങനെയും വായിക്കാം. ഇത് പണ്ഡിതന്മാർക്ക് മാത്രം തിരിയാവുന്ന ഒരു ചർച്ചയായതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മറ്റൊരു വശവും കൂടെ അവിടെ കിതാബുകളിൽ, പഴയ കിതാബുകളിലൂടെ കൈമാറി വന്നിട്ടുണ്ട്. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി
കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി. മൂന്നാമത്തെ ഒരു രൂപം. ഇങ്ങനെ 3 രൂപങ്ങളുണ്ട്. അഹ്യാ റബീഉൽ ഖൽബ്, ഖൽബിന്റെ വസന്തം ജീവൻ വെപ്പിച്ചു, അത് സജീവമാക്കി. ഷഹ്റുൽ മൗലിദി, മൗലിദ് മാസമായ ആ റബീഉൽ അവ്വൽ ജീവൻ വെപ്പിച്ചു, അത് സജീവമാക്കി. കുല്ലല്ലനാം, എല്ലാ സൃഷ്ടികളെയും സജീവമാക്കി. ബിദിക്രി മൗലിദി അഹ്മദി. 3 രൂപത്തിലും ആവാം. നമ്മൾ സാധാരണ ഇന്ന് ചൊല്ലി വരുന്നത് ആദ്യം പറഞ്ഞ രൂപത്തിലാണ്, അത് ചൊല്ലിയാൽ മതി. അഹ്യാ റബീഅൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി. സുബ്ഹാനല്ലാഹ്. മൗലിദോതുക റമളാൻ റബീഉൽ അവ്വൽ മാസം വരുന്നതോടുകൂടെ മൗലിദ് സജീവമായി. എവിടെയും മൗലിദാൻ. ഈ മൗലിദിനെയല്ലേ ലോകത്ത് പലരും വിവരമില്ലാതെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മൗലിദിന്റെ പ്രാമാണികത നമ്മളൊന്ന് പരിശോധിക്കണം. എന്താണ് മൗലിദിന്റെ പാരമ്പര്യം എന്ന് നോക്കുക. മൗലിദ് എല്ലാം അതിലൊരു തെറ്റും നമ്മൾ കാണുന്നില്ല. കാരണം ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല എന്ന് പറയുന്നവർ നബി തങ്ങളുടെ വിരോധികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മദ്ഹ് ഞാൻ 1-ാമത്തെ ദിവസത്തെ പ്രഭാഷണത്തിൽ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. അന സയ്യിദുൽ ആലമീൻ, അന സയ്യിദു വൽദി ആദം, അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞതല്ലേ, അത് പറയണമെന്ന് പറഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ് വായിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ മദീനത്തെ പള്ളിയിൽ പൊരിഞ്ഞ ചർച്ചയാണ്. നിബിതങ്ങൾ മാറി നിന്നു. നിബിതങ്ങൾ വന്ന വിവരം വരെ അറിഞ്ഞിട്ടില്ല. സുഫത്തിന്റെ അഖിലുകാരിങ്ങനെ ചർച്ചയില്ല. നബിന്റെ ശിഷ്യന്മാർ അവര് പറഞ്ഞു, ആദൻ നബിയുടെ കഥ വലിയൊരു സംഭവമാണല്ലേ. വാപ്പയും ഉമ്മയും ഒന്നുമില്ലാതെ അള്ളാഹ് ഡയറക്റ്റ് പടച്ച ഒരു പടപ്പ്. ഖലഖഹു ബിയദിഹി, അള്ളാഹ് ഡയറക്റ്റ് പടച്ച ഒരു പടപ്പാണ് എന്ന് പറഞ്ഞിട്ട് ആദൻ നബി അലൈഹി സ്വലാമിനെ പറ്റി അവർ പറഞ്ഞു, ആദമു സഫിയ്യുല്ലാഹ്. ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത മഹാനാണ്. ആദൻ നബി അലൈഹി സ്വലാമിന്റെ മദ്ഹ് പറഞ്ഞു. അപ്പൊ വേറൊരു കൂട്ടര് പറഞ്ഞു, അതൊരു അത്ഭുതമാണ്. പക്ഷെ അതുപോലെ ഒരു അത്ഭുതമാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു ഖലീലുല്ലാഹ് എന്ന ഓമന പേരല്ലേ ഇബ്രാഹിം നബിക്ക് കൊടുത്തത്. അള്ളാന്റെ ചങ്ങാതി. ഖലീൽ എന്ന് പറയുന്നത് നേരെ അർത്ഥം എന്താ? ചങ്ങാതി, സുഹൃത്ത്, ഫ്രണ്ട്, ഇതല്ലേ ഖലീൽ. അപ്പോ അള്ളാന്റെ ചങ്ങാതിയായി ഒരാളെ വെക്കണമെങ്കിൽ അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമുണ്ടാവുക മനുഷ്യനോട്. ഖലീലുല്ലാഹി ഇബ്രാഹിം. അപ്പോഴേക്ക് വേറൊരാളെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് കല്ലമല്ലാഹു മൂസാ തക്ലീമാ, കലീമുല്ലാഹി മൂസാ. അല്ലാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ആ കലീമുല്ലാഹി മൂസ, അല്ലാഹുവിൽ സംസാരിച്ച മൂസ അലൈഹിസ്സലാം, അല്ലാഹു നേരിട്ട് സംസാരിച്ച മൂസ അലൈഹിസ്സലാം, അവരെയാണ് ഓർമ്മ വരുന്നത്. അതെന്തൊരു അത്ഭുതമാണ്. അപ്പോഴേക്ക് വേറൊരാൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം, വാപ്പയില്ലാതെ ഒരു കുഞ്ഞുണ്ടായിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം റൂഹുല്ലാഹി ഈസാ, ഒരു അത്ഭുത രൂപത്തിലുണ്ടായ കുഞ്ഞ് എന്നതുകൊണ്ട് അങ്ങനെ വിളിക്കുകയാണ്, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കേട്ട് സയ്യിദുനാ റസൂലുള്ളാഹി കേറി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, സമിഅ്തു മഖാലതകും. നബി തങ്ങൾ വന്നിട്ട് പറയാൻ, നിങ്ങളെ ചർച്ച ഞാൻ കേട്ടു. ആദൻ നബിയെ കുറിച്ച് സഫിയുള്ള പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് ഖലീലുള്ള പറഞ്ഞു, ഇബ്രാഹിം മൂസാ നബിയെ പറ്റി കലീമുല്ലാഹ് എന്ന് പറഞ്ഞു, ഈസാ നബിയെ കുറിച്ച് റൂഹുല്ലാഹ് എന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ പറയണം. അതൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വാഹിബിനെ മറന്നു? നബി തങ്ങൾ ചോദിക്കാൻ, എന്തേ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരനെ മറന്നുപോയത്? നിങ്ങളെ നേതാവ്, നിങ്ങൾക്കിടയിൽ ഇടപഴകി ജീവിച്ച എന്നെ നിങ്ങൾ മറന്നുപോയോ? എന്നെ നിങ്ങൾ മറന്നുപോയോ? എന്താണ് ഈ ചെയ്തത്? അന ഹബീബു റബ്ബിൽ ആലമീൻ, അന ഹബീബു റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ റബ്ബിന്റെ ഹബീബാൻ. ഹബീബാൻ, ഞാൻ ഖലീലു അല്ല, ഹബീബാൻ. എനിക്ക് വിശദീകരിക്കാൻ സമയം ഇല്ല സുഹൃത്തുക്കളെ. ഖലീലും ഹബീബും ഒക്കെ ഒരുപാട് പറയേണ്ട സംഗതിയാണ്. ഖലീൽ അല്ല ഹബീബ്, മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ സ്നേഹത്തിന്റെ കടുപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതാണ്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, അങ്ങനെ കഴിയും. ഞാൻ പറഞ്ഞത് മൗലിദ് ഓതാൻ നബി തങ്ങൾ പഠിപ്പിച്ചതാ. എന്നെ പറ്റി നിങ്ങൾ ഹബീബുല്ലാ എന്ന് പറയാത്തത് എന്താ? എന്നിട്ട് നബി പറഞ്ഞു, വലാ ഫഖറ ലാ ഫഖറ ലാ ഫഖറ, ഞാൻ സ്വയം ഞാനൊരു തന്നെപ്പൊക്കിയാകല്ലോ.
ഞാനൊരു തന്നെപ്പൊക്കിയാകാണ് എന്ന് നിങ്ങളാരും കരുതരുത്. ഞാൻ തന്നെപ്പൊക്കിയല്ല. അള്ളാഹ് എന്നോട് പറയാൻ ഏൽപ്പിച്ചു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ സാധാരണക്കാരനല്ല. ശഫീഉനാ റസൂലുള്ളാഹി പറയാൻ പറഞ്ഞു. ഇതല്ലേ നമ്മൾ പാടിയും പറഞ്ഞു നടക്കുന്നത് റബീഉൽ അവ്വൽ മാസമായാൽ? അത് പാടില്ല എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട സംഗതിയാണ്. മൗലിദുകൾ നൂറ്റാണ്ടുകളിലൂടെ നമ്മൾ മൗലിദ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ വലിയൊരു അത്ഭുതമല്ലേ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബീങ്ങളുടെ നേതാവാണ്, അറിയില്ലേ? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി മരിക്കുന്നത് ഹിജ്റ 110 ഹസനുൽ ബസരി മരിക്കുന്നത് ഹിജ്റ 110 പറയുമ്പോ ഹസനുൽ ബസരിയുടെ പ്രവർത്തന കാലഘട്ടം ഏതാണ്? 2-ാം നൂറ്റാണ്ട് അല്ലേ? 110 എന്ന് പറയുമ്പോ 2-ാം നൂറ്റാണ്ട്. 101 കടന്നാൽ 2-ാം നൂറ്റാണ്ടായി. 2-ാം നൂറ്റാണ്ടിലാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ. ഈ മഹാൻ സ്വഹാബത്തിനെ കണ്ടയാളാ, താബിഈയ. സ്വഹാബികളെയൊക്കെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഹസനുൽ ബസരി പറഞ്ഞു, ഞാൻ 70 ബദരീയൻ, ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത 70 സഹാബിമാരെ കണ്ടിട്ടുണ്ട് ഞാൻ. ബദറിൽ പങ്കെടുത്ത അന്നത്തെ ചെറുപ്പക്കാരായ സ്വഹാബത്ത് വയസ്സായി നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഈ കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞത്. ബദറിൽ പങ്കെടുത്ത 70 സഹാബികളെ കാണാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഹസനുൽ ബസരി. ആ ഹസനുൽ ബസരിയെ കുറിച്ച് കേട്ടോ. ഖാലൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി പറയാണ്, വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദ്, വദിത്തു ലൗ കാന ലീ മിസ്ലു ജബലി ഉഹുദ് ദഹബൻ, ഉഹുദ് മലയോളം സ്വർണം എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചു പോയി. ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ ഞാൻ അത് ചെലവാക്കുമായിരുന്നു. ഉഹുദ് മലയോളം സ്വർണം എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതാനും ഓദിക്കാനും കൊടുക്കുമായിരുന്നു. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി, അല്ലാഹ് വലി നിഅ്മൽ വലി സ്വല്ലു അലാ ഹാദൻ നബിയ്യി മുഹമ്മദി. എന്താ ഈ കേൾക്കുന്നത്? മൗലിദ് ഓതുന്നത്. പള്ളിയിലെ ഉസ്താദിനും കുട്ടികളൊക്കെ വിളിച്ച് മൗലിദ് ഓദിച്ചു, അവർക്കൊരു ഹദിയ കൊടുത്തു. ഇതൊന്നും വെറുതെ പോകൂല. നോക്കൂ, നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉഹുദ് മലയോളം സ്വർണം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് മൗലിദ് നടത്താൻ നീക്കിവെക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഹസനുൽ ബസരി 70 ബദരീങ്ങളെ കണ്ടുകൊണ്ട് കണ്ട മഹാൻ. ആ മഹാൻ അനിസ്ലാമികമാണ് ചെയ്തതെന്ന് പറയാൻ ചെറിയ ധൈര്യം പോരാ, ചെറിയ ധൈര്യം പോരാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ് അത്രേ ഇത്. ഹിജ്റ 300 ശേഷം വന്നതാണ്. എങ്ങനെയാ അത് പറയാ? ഹിജ്റ 300 ശേഷം അതുണ്ടായത്? 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അതൊക്കെ പണ്ടേ ഉണ്ട്. മൗലിദ് പരിപാടി റസൂലുള്ളാഹിന്റെ കാലം മുതലേ ഉണ്ട്. റസൂലുള്ളാഹിനെ മദ്ഹ് പറയൽ, ഹസ്സാൻ ഇബ്നു സാബിത്തിന് റസൂലുള്ളാഹിനെ മദ്ഹ് പറയാനായിട്ട് ഒരു സ്റ്റേജ് കെട്ടിക്കൊടുത്തിരുന്നു. അതൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഈ ഹിജ്റ 300 ഇങ്ങനെ പറയുന്നത്? ഈ മുദഫർ രാജാവിന്റെ കാലഘട്ടത്തിന് ശേഷം ഈ വലിയ ആടുകളും പരിപാടികളും ഒക്കെ ആയിട്ട് 5000 ആട്ടുതലകൾ ഇതൊക്കെ നിരത്തിയിട്ട് നടത്തിയ വലിയ മൗലിദാഘോഷ പരിപാടികളാണ് പറഞ്ഞത്. ഹിജ്റ 300 ശേഷം വന്നതാണ് അത്ര ഗംഭീരമായിട്ട് മൗലിദ് ആചരിക്കുന്ന പരിപാടി. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹമാണ് ഇത് ഇത്രയും ജോറായിട്ട് നടത്തിയത്. നേരത്തെ നടന്നു വരുന്നതാ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് നോക്ക് നിങ്ങൾ. ഹിജ്റ 110 വഫാത്തായ മഹാനവറുകൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? പിന്നെ ഹിജ്റ 300 ശേഷം വന്നതാന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അതുകൊണ്ടാ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ പറഞ്ഞുകൂടാ. ഇനി ഹിജ്റ 300 ശേഷമാണ് ഇത് വന്നത്, അതിന്റെ മുമ്പ് ഇങ്ങനല്ല എന്ന് പറഞ്ഞത്. നമുക്ക് ചോദിക്കാനുള്ളത്, ഈ മൗലിദിന്റെ എതിർപ്പ് എന്ന് വന്നതാ? നിങ്ങൾ ഈ പുതിയത് വർജിക്കുകയാണെങ്കിൽ എതിർപ്പ് എന്ന് വന്നതാ? അത് മാത്രം ആലോചിച്ചാൽ മതി ബുദ്ധിയുള്ള ഒരു മനുഷ്യന്. ഹിജ്റ 300 ഇങ്ങനെ ജോറായിട്ട് കഴിക്കുന്ന പരിപാടി വന്നത് എന്ന് സമ്മതിക്കുക. നമ്മൾ പറയുന്ന റസൂലുള്ളാഹിന്റെ കാലം മുതലേ ഉണ്ട്, നടന്നു വരുന്നുണ്ട്. ജോറായിട്ട് നടക്കാറില്ലായിരുന്നു, പിന്നെ അങ്ങനെ ജോറായി വന്നു. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് അല്ലാഹല്ലേ നബിയോട് പറഞ്ഞത്. വരും നാളുകളാണ് കഴിഞ്ഞു പോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഗുണം. ഇമാം ബൈളാവി, ഇസ്മായിലുൽ ഹഖി, ഇമാം റാസി ഇവരൊക്കെ അതിനെ വിശദീകരിച്ചത് അയ്യൽ അയ്യാമുൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ അയ്യാമിൽ ഊലാ. ആഖിറം ദുനിയാവിനേക്കാൾ ഖൈറാണെന്നുള്ള ഒറ്റ അർത്ഥത്തിൽ മാത്രം ഒതുക്കിയിട്ടില്ല. വരും നാളുകൾ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ നാളുകളെക്കാൾ ഗുണകരമാണ്. അപ്പൊ അതൊക്കെ ഇവിടെ പുലരണ്ടേ? അതിന് ഉഷാറായി. പക്ഷെ നമ്മൾ ഇനി അതൊക്കെ വാദത്തിന് സമ്മതിച്ചു കൊടുത്ത ഒരു ചോദ്യം, ഈ എതിർപ്പ് എന്നുണ്ടായതാ?
ഹിജ്റ 300 വന്ന് അന്ന് ആരെങ്കിലും ആലിമീങ്ങൾ ഇതിനെ എതിർത്തണോ? ഇല്ല. പാടി വന്നില്ലേ? എതിർപ്പ് ഇന്നലെ മിനിയാന്ന് തുടങ്ങിയതല്ലേ? അപ്പൊ എതിർപ്പിനാണ് പുതുമ. പഴക്കമുള്ളത് മൗലിദിൻ ആചാരത്തിനാണ്. എതിർപ്പാണ് പുതിയ സംവിധാനം. ബിദ്അത്ത് എതിർപ്പാണ്. അതാണ് വർജിക്കപ്പെടേണ്ടത്. ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഉൾക്കൊള്ളാം. ഇന്നലെ മിനിയാന്നാ എതിർക്കാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പ് ഒരാളും ഇതിനെ എതിർത്തിട്ടില്ല. മൂക്ക് കീപ്പോട്ടായ ഒരു ആലിമോ ഇതിനെ എതിർത്ത് കാണുന്നില്ല. ഇന്നലെ മിനിയാന്ന് വന്നിട്ടല്ലേ ഇവരെ എതിർക്കാൻ തുടങ്ങിയത്. അപ്പൊ എതിർപ്പിനാണ് പുതുമയുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എതിർപ്പാ. മൗലിദ് നടത്തുന്ന പരിപാടിയല്ല, അത് മുമ്പേ ഉള്ളതാണ്. നീ പറഞ്ഞ വാദത്തിന് 300 എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ശേഷം എതിർപ്പ് വന്നത്. എതിർപ്പ് അതിന്റെ മുമ്പൊന്നുമില്ല, നിലവിലില്ലാത്തൊരു സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കേൾക്ക്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മൻ ഹളറ മൗലിദർ റസൂൽ വഅല്ലമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ഒരാൾ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ സംഗമിച്ചു. ഈ സദസ്സിൽ പങ്കെടുത്തവർക്ക്, ഈ സദസ്സിലേക്ക് സംഭാവനകൾ നൽകുന്നവര് ഖൈബാകൂല. അതാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സദസ്സിൽ ഒരാൾ പങ്കെടുത്തു, വഅല്ലമ ഖദ്റഹു, നബി തങ്ങളുടെ മൗലിദ് പറയുന്ന സദസ്സിന്റെ ബഹുമാനം കണക്കിലെടുത്തതിനെ ആദരിച്ചു ബഹുമാനിച്ചാൽ, അതിന്റെ നിലവാരം അംഗീകരിച്ചാൽ, ഫഖദ് ഫാസ ബിൽ ഈമാൻ, എല്ലാവരും ഈമാൻ കൊണ്ട് ജയിച്ചു പോയി. എല്ലാവരും. ഒരാള് മജ്ലിസുൽ മൗലിദിനെ ബഹുമാനിക്കുകയും അതിൽ ഹാജരാകുകയും ചെയ്താൽ അയാൾക്ക് ഈമാൻ കിട്ടും, അയാൾ വിജയിക്കും, ഉറപ്പ്. ജുനൈദുൽ ബഗ്ദാദി. മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, മൻ ഹയ്യ അലി അജ്ലി ഖിറാഅത്തി മൗലിദിർ റസൂലി തആമ. റസൂലുള്ളാഹിയുടെ മൗലിദ് ഓദിക്കാൻ ഒരാള് ഭക്ഷണം തയ്യാറാക്കിയാൽ, മൗലിദ് കഴിക്കാൻ ഒരുങ്ങി വീട്ടുകാരൻ, ആ വീട്ടിൽ ഭക്ഷണം ഒരുക്കുന്നു, ആ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഉമ്മമാരെ നിങ്ങൾ കേട്ടോ, മൗലിദിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നവർ, ഒരാൾ ഭക്ഷണം ഒരുക്കി, ജമാഅ ഇഖ്വാന, കുറെ കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടി, ഔഖദ സിറാജ, വിളക്ക് കത്തിച്ചു, ദീപങ്ങൾ കൊളുത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനോടനുബന്ധിച്ച് ചൊറുക്ക് കൂട്ടാൻ വേണ്ടി, ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ബൾബുകളൊക്കെ അങ്ങനെ കത്തിക്കാറുണ്ട്. അതായി പറഞ്ഞത് ഔഖദ സിറാജ, എല്ലാം നല്ല നല്ല ബൾബുകളൊക്കെ കത്തിച്ചു. വലബിസ ജദീദ, നല്ല പുതിയ വസ്ത്രം. റബീഉൽ അവ്വൽ മാസത്തില്, റബീഉൽ അവ്വൽ 12 അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷത്തിൽ ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങള് ഒരുമിച്ച് കൂടാറുണ്ട് അല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചിന്തിക്കണം. നമ്മൾ ഈ നാട്ടിൽ മൗലിദാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും, അതുപോലെ ഈ മദ്രസയിലും അങ്ങേപ്പുറത്ത് വലിയ കല്ലുങ്ങളുള്ള മദ്രസയിലും എല്ലാ മദ്രസയിലും ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്തിട്ട് തിരുനബിയുടെ പേരിൽ സ്വലാത്തും ചൊല്ലി റോട്ടിലൂടെ പോകുന്ന കാഴ്ച എത്ര സന്തോഷകരമാണ്. ചിന്തിച്ചോളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഓരോന്നും വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള ഈ മദ്ഹ്, കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടി, വിളക്ക് കത്തിച്ചു, പുതിയത് ധരിച്ചു. വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞാൽ നല്ല അലങ്കാര ബൾബുകളൊക്കെ തൂക്കി. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അർത്ഥം പറയാം അതിന്. വാ ലബിസ ജദീദ, റബീഉൽ അവ്വൽ 12 ഹബീബിന്റെ ഘോഷയാത്രയിൽ നിൽക്കാൻ അന്ന് പുതിയ ഡ്രസ് ഇടുക സുന്നത്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ പ്രത്യേകം പരിഗണിച്ചിരുന്നവരുണ്ടായിരുന്നു പഴയ കാലത്തേക്ക് ആലിമീങ്ങള്. റബീഉൽ അവ്വൽ 12 പുതിയ തുണിയും കുപ്പായവും തലേകെട്ടുമൊക്കെ ഒരുക്കി അന്നവർ മൗലിദ് ഘോഷയാത്രയിൽ പങ്കെടുക്കും. അന്ന് ഒന്ന് അത്തർ പൂശി, ഒന്ന് ഭംഗിയായി ഒരുങ്ങി ചമഞ്ഞ്, തഅളീമൻ ലി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മൗലിദിനെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഹശറഹുല്ലാഹു യൗമൽ ഖിയാമ, അല്ലാഹു ഈ മനുഷ്യനെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുക. മഅൽ ഫിർഖത്തിൽ ഊലാ, ഒന്നാം ബാച്ചിനോടൊപ്പമാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറഞ്ഞ നബിമാരാകുന്ന ഒന്നാം ബാച്ചിനോടൊപ്പം ഒരുമിച്ച് കൂട്ടും. വകാന ഫീ അലാ ഇല്ലിയീൻ, സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഏറ്റവും അലാ ഗ്രേഡിലാണ് അവൻ ഉണ്ടാവുക. വഖാല ഇമാമുൽ യാഫിഈ, ഇമാം യാഫിഈ തങ്ങൾ പറയുന്ന, മൻ ജമഅ ലി മൗലിദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാന, നബി തങ്ങളുടെ മൗലിദിന് വേണ്ടി കൂട്ടുകാരെ വിളിച്ചു ചേർത്ത്, വഹയ്യ തആമൻ, ഭക്ഷണം ഒരുക്കി, വഅഖ്ലാ മകാനൻ വഅമില ഇഹ്സാനൻ വസാറ സബബൻ ലിഖിറാഅത്തി മൗലിദിർ റസൂൽ, അയാൾ അതിന് വേദിയൊരുക്കി, അയാൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ മൗലിദുമായി ബന്ധപ്പെട്ടു ചെയ്തു. മൗലിദ് ഓതാൻ അയാൾ കാരണക്കാരനായാൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വയകൂനു മഅഹും ഫീ ജന്നാത്തിൻ നഈം.
ഈ പറഞ്ഞ ടീമിനോടൊപ്പം അവർ സ്വർഗത്തിൽ കടക്കും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് സിഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖസദ മൗലിയൻ, ഒരു സദസ്സ് ഒരാൾ ലക്ഷ്യം വെച്ചു, യുഖ്റഉ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സദസ്സിൽ തിരുനബിയുടെ മൗലിദോതും, ഫഖദ് ഖസദ റൗദതൻ മിൻ റിയാദിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തോപ്പ് ലക്ഷ്യം വെച്ചിറങ്ങിയവനാണ്. ലിഅന്നഹു മാ ഖസദ ദാലികൽ മൗലി ഇല്ലാ ലിമഹബ്ബത്തിർ റസൂൽ. ഞാൻ കൂട്ടുകാരെ നിങ്ങൾ വരൂ, ഈ സദസ്സിലേക്ക് വരൂ, നമ്മളൊന്ന് ദുആ ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങ് കടന്നിരിക്കുന്നത് എന്നോടുള്ള മഹബ്ബത്ത് കൊണ്ടല്ല, ഇല്ലാ ലിമഹബ്ബത്തിർ റസൂൽ, മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടാ അനുസരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു ഖായിബാക്കൂല. ഇത്തരം ഒരു സദസ്സിൽ വന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തുല്യമാണെന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സിഖത്തി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തെല്ലാമാണ് നമ്മൾ എത്ര ചെറുതായിട്ടാണ് ഈ സംഗതികളൊക്കെ കാണലില്ലേ? മൗലിദിന്റെ സദസ്സുകളൊക്കെ നമ്മൾ എത്ര ചെറുതായിട്ടാ കാണുന്നത്. മഹാന്മാർ കണ്ടത് ഇങ്ങനെയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്, എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടവരല്ലേ? സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു, സുയൂത്തി ഇമാമിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല, കേട്ടെങ്കിലും പരിചയം ഉണ്ടാവും. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ വസായിലു ഫീ ശർഹി ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നത് കാണാം, മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ല, ഒരു വീടും ഒരു പള്ളിയും ഒരു മഹല്ലത്തും, അല്ലെ? വീട്, പള്ളി, മഹല്ലത്ത്. ആ മഹല്ലത്തിൽ പെടുത്താം നമുക്കിത്. ഈ മഹല്ലിലെ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ നടത്തുന്ന ഈ പരിപാടി ഖുരിഅ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നബി തങ്ങളുടെ മൗലിദ് ഓതുന്നുണ്ടെങ്കിൽ ഇല്ലാ ഹഫത്തിൽ മലായിക ബി അഹ്ലി ദാലിക്കൽ മകാൻ, ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും അല്ലാഹു മലായികത്ത് അവരെ പൊതിഞ്ഞിട്ടല്ലാതെ ഇല്ല. അല്ലാഹു മലായികത്തിന്റെ ആ ആശീർവാദങ്ങൾ ആ നാട്ടുകാർക്ക് നൽകും. വഅമ്മഹുമുല്ലാഹു ബിർറഹ്മ, അല്ലാഹു കാരുണ്യം കൊണ്ട് ആ നാട്ടുകാരെ സാർവത്രികമാക്കും. ബഹുമാനപ്പെട്ട മഹാന്മാർ ഈ സംഭവങ്ങളൊക്കെ ഇനി അൽ ബിദായത്തു വന്നിഹായയില് വളരെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വീണ്ടും മുദഫർ രാജാവിന്റെ കാലത്തുള്ള മൗലിദ് സദസ്സിന്റെ രൂപം പറയുന്നുണ്ട്. ഖംസത്തു ആലാഫി റഅസിൻ മശ്വി, എന്താ പറഞ്ഞ 5000 ആട്ടുംതല ചുട്ടത്, 5000 ആട്ടുംതല ചുട്ടത്. വഅശ്റത്തു ആലാഫി ദജാജ, 10000 കോഴി. ഇതൊക്കെ മൗലിദിന് ഒരുക്കിയ വിഭവമാണ് ഈ കേൾക്കുന്നത്. വമിഅത്തു അൽഫി സബദിയ, അതുപോലെ തന്നെ 1,00,000 വെണ്ണ, ഇങ്ങനെ തുടങ്ങിയിട്ട് നെയ്, ഇതെല്ലാം ഒരുക്കിയിട്ട് അതുപോലെ 30,000 ഹൽവക്കെട്ടുകള്, ഹൽവയുടെ കെട്ടുകള്, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അന്ന് വകാന യഹ്ദുറു ഇൻദഹു, മുദഫർ രാജാവിന്റെ മൗലിദ് സദസ്സിൽ പങ്കെടുക്കുമായിരുന്നു അഅ്യാനുൽ ഉലമാഇ വസ്സൂഫിയ, അന്നത്തെ സൂഫിയാക്കളിലെയും പണ്ഡിതന്മാരിലെയും തലമുതിർന്ന ആളുകൾ അന്ന് വന്ന് പങ്കെടുക്കുമായിരുന്നു. എന്നിട്ട് അവർ ളുഹർ മുതൽ പിറ്റേന്നത്തെ ഫജ്ർ വരെ അവർ അവിടെ ഇരുന്നിട്ട് അതാ ആനന്ദത്തോടെ ആവേശത്തോടെ മൗലിദുകൾ ഓതുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നു. ജാഅത്തു ലിമൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാതി ലൈലത മൗലിദി അല്ലാഹ് വലി നിഅമൽ വലി. ജാഅത്തു ലിമൗലിദിഹി ശരീഫ്, നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജന്മത്തോടനുബന്ധിച്ചു വന്നു. ബശായിറു, ഒരുപാട് സുവിശേഷങ്ങൾ വന്നു. നബിതങ്ങൾ ജനിക്കുമ്പോൾ ഒരുപാട് സുവിശേഷങ്ങൾ ആമിനുമ്മക്ക് ലഭിച്ചിട്ടുണ്ട്, ലോകത്തിന് വന്നിട്ടുണ്ട്, ആകാശത്തും ഭൂമിയിലും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടില്ലേ? ജാഅത്ത് ലിമൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാതി ലൈലത മൗലിദി. നബിതങ്ങൾ ജനിച്ച രാത്രിയിൽ ഒരുപാട് അസാധാരണ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ബിംബങ്ങൾ തലകുത്തി വീണു, സാവാ തടാകം പറ്റി, വരണ്ടു, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ മിനിയാന്ന് കേട്ട, ഇന്നലെയും മിനിയാന്നൊക്കെ കേട്ട സംഭവങ്ങൾ അതൊക്കെ അങ്ങോട്ട് കൂട്ടി വായിക്കാം. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. അല്ലാഹ് വലി നിഅമൽ വലി സ്വല്ലു അലാ ഹാദൻ നബി മുഹമ്മദി.
ആയാതുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണെന്ന് തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, വൽ മുഅ്ജിസാതു അവിടുത്തെ അമാനുഷിക ശക്തികൾ, കസീറത്തുൻ ധാരാളമുണ്ട്. ഷഹിദത്ത് ബിസിഹ്ഹതിഹാ അത് നേരാണെന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉഖൂലുൽ ഹുസ്സദി ഉഖൂലുൽ ഹുസ്സദി അസൂയാലുക്കളുടെ ഹൃദയങ്ങൾ പോലും, അസൂയാലുക്കളുടെ ബുദ്ധി പോലും സമ്മതിച്ചിട്ടുണ്ട് സംഗതി മുത്തുനബി സത്യസന്ധനായ പ്രവാചകനാണ്. പക്ഷേ സ്ഥാനം പോകുമെന്ന് കരുതിയിട്ട് അവർ വിശ്വസിക്കാതിരുന്നതാണ്. ഷഹിദത്ത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. വലീദ് ഇബ്നുൽ മുഗീറ ഒരു ചരിത്രമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? വലീദ് ഇബ്നുൽ മുഗീറ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതല്ലേ? പക്ഷേ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും എന്ന ബേജാറിലാണ് വലീദ് ഇബ്നുൽ മുഗീറ അത് വേണ്ടാന്ന് വെച്ചത്. ആ സംഭവം അറിയാവുന്നവർ ഒന്ന് കൂട്ടി വായിക്കുക. അങ്ങനെ എത്ര 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 സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. റുക്കാനത്തില്ലേ, റുക്കാനത്ത്, ആ റുക്കാനത്ത് അറേബ്യയിൽ അറിയപ്പെട്ട മൽപിടുത്തക്കാരനായിരുന്നു. ആ റുക്കാനത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലെ ഒഴിഞ്ഞ വഴിയിൽ നിന്ന് കണ്ടുമുട്ടിയപ്പോ നബി തങ്ങൾ റുക്കാനത്തിനോട് ചോദിച്ചു. റുക്കാനത്തിനൊരു നല്ല പേരുണ്ട്, അതെന്താ? മൽപിടുത്തത്തിൽ നേരങ്ങ് നിൽക്കും, എന്നിട്ട് തൊട്ടടുത്ത് വേറൊരാളും നിൽക്കും, തള്ളിയിട്ട് ആരാ വീഴുന്നത് അവൻ തോറ്റു. ഇതാണ് അന്നത്തെ മൽപിടുത്തത്തിന്റെ സ്വഭാവം. ഞാനത് പറയുന്നത് വേഗം തിരിയാനാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മൽപിടുത്തത്തിൽ അതാ തന്നെ പരാജയപ്പെടുത്താൻ ഒരാളുമില്ല എന്ന നിലക്ക് ആ ഹെഡ് വെയ്റ്റുമായി തലക്കനവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് റുക്കാനത്ത്. തലപൊക്കി ഇങ്ങനെ നടക്കല്ലേ, ഒഴിഞ്ഞ വഴിയിൽ ഒരാളുമില്ല, ഒറ്റക്ക് മുത്തുനബിയും റുക്കാനത്തും. അപ്പൊ റുക്കാനത്തിനോട് നബി തങ്ങൾ ചോദിച്ചു, റുക്കാന നീ എത്ര ശക്തനാണ്, നിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ആവേശമാണ്, നിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ആവേശമാണ്, നിന്റെ ശക്തി പ്രകടനം കാണുമ്പോൾ. ഓ റുക്കാന, നീ എങ്ങാനും മുസ്ലിമായാൽ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മുഹമ്മദേ നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്നോ ഇസ്ലാമിലേക്ക് വരൂലേ മുഹമ്മദേ. അപ്പൊ ചോദിച്ചു, ശരി, ഞാൻ പറയുന്നത് സത്യാന്ന് ബോധ്യപ്പെടാൻ നിനക്ക് എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മുമ്പില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം ശ്രദ്ധിച്ചോ. ഞാൻ സത്യസന്ധനായ പ്രവാചകനാണെന്ന് നീ അംഗീകരിക്കാം. നിന്റെ മുമ്പിൽ ഞാൻ എന്തൊരു സജഷനാ നൽകേണ്ടത്? ചോദിക്കാം, നിന്റെ മുമ്പിൽ ഞാൻ എന്തു നിർദ്ദേശം നൽകണം? പറഞ്ഞോ, എന്തു വേണമെങ്കിലും തരാൻ തയ്യാറാണ്. നബിതങ്ങൾ എന്നെ അങ്ങോട്ട് ചോദിച്ചു, മൽപിടുത്തത്തിൽ നിന്നെ പരാജയപ്പെടുത്തി തന്നാൽ ഞാൻ നബിയാന്ന് നീ സമ്മതിക്കുമോ? അപ്പൊ ഇയാൾ ഇതിൽ വണ്ണം വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണല്ലോ, ഇവിടെ എന്നെ തോൽപ്പിക്കാൻ ആരും ഇല്ലാറുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, മുഹമ്മദേ അത് വേണോ, വെറുതെ വഷളാകണം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്. കാരണം റസൂലുള്ളാഹിനെ ഇയാൾക്ക് അത്രയും പുച്ഛായിട്ടാ തോന്നിയത്. എന്നോട് മൽപിടുത്തം നടത്തിയിട്ട് എന്നെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയോ മുഹമ്മദേ എന്ന് ചോദിച്ചപ്പോൾ റുക്കാനത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ റെഡിയാണ്. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നീ റെഡിയാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഇത് ചോദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റെഡിയാണെങ്കിൽ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ റുക്കാനത്ത് പറഞ്ഞു, എന്നാലേ ഞാൻ തയ്യാറാണ്, മുന്നോട്ട് വന്നു. വന്നിട്ട് റുക്കാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കാനത്തിനെ വെറുതെ ജസ്റ്റ് ഒന്നങ്ങ് തള്ളിയുള്ളൂ, മലർന്നടിച്ചാണ്ട് വീണു. അപ്പൊ റുക്കാനത്ത് അവിടുന്ന് ഇങ്ങോട്ട് എണീക്കുമ്പോ ഉണ്ടാവുമല്ലോ, ജീവിതത്തിൽ ഒരിക്കലും നിലം പതിക്കാത്ത അധികായന്മാര് വീഴുമ്പോ ഉണ്ടാവും ഒരു ചമ്മല്. ജീവിതത്തിൽ തോറ്റിട്ടില്ലാത്ത ഒരാൾ തോൽക്കുമ്പോ ഉണ്ടാവുമല്ലോ ഒരു വല്ലാത്ത വിഷമം. അപ്പൊ എന്നതുപോലെ ഈ തോറ്റയാൾ അവിടുന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇയാൾ പറഞ്ഞു, മുഹമ്മദേ അതെ നമ്മളെ ട്രിക്കുകളൊന്ന് പാളിപ്പോയതാണ്, ഒരൽപ്പം പിഴച്ചു പോയി, ബാലൻസ് കിട്ടിയില്ല, അതിന് മുമ്പ് നീ തള്ളിപ്പോയതാ, അതുകൊണ്ട് ഒറ്റ പ്രാവശ്യവും കൂടെ അടുത്തതിൽ വീണാൽ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. മുഹമ്മദേ ഒരു തവണയും കൂടെ, ഒരാവർത്തിയും കൂടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റെഡി, ഞാൻ റെഡിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പിന്നെയും കാണിച്ചു. പക്ഷേ സയ്യിദുനാ റസൂലുള്ളാഹി പിന്നീട് അവനോട് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ വലത്തേ കൈകൊണ്ടാണ് ഇതുവരെ എന്നോട് പിടുത്തത്തിന് വന്നത്, ഇനി ഞാൻ ഇടത്തേ കൈ ഉപയോഗിച്ചോളാം, നിങ്ങൾ വലത്തതും ഇടത്തതും ഒക്കെ ഉപയോഗിച്ചോ. സയ്യിദുനാ റസൂലുള്ളാഹി ഞാൻ ഇടത്തേ കൈ കൊണ്ട് മാത്രം തള്ളുള്ളൂ. അപ്പൊ ഇവൻ ഒന്നും കൂടെ സമാധാനമായി. കാരണം അഥവാ വീഴ്ത്താൻ കഴിഞ്ഞിട്ടിയാൽ ഇടത്തേ കൈയാവുമ്പോൾ ഒരു സാധ്യതയുണ്ട്,
അങ്ങനെയാ തള്ളിയത്. സയ്യിദുനാ റസൂലുള്ളാഹി മറിച്ചം കിട്ടു. ഇങ്ങനെ 3 വട്ടം മറിച്ചിട്ടു. ഇയാൾ പിന്നെയും വിളിച്ചിട്ട് ഇങ്ങനെ എണീച്ചിട്ട് ഇങ്ങനെ ഇയാൾ പറയാണ് സൈക്കിൾ വന്ന് വീണവന്റെ മാതിരി വളിഞ്ഞ ചിരിയായിട്ട് യാ റസൂലല്ലാഹ് യാ മുഹമ്മദ്. നബി സമ്മതിച്ചു. 3ാമത്തെ തവണയും സമ്മതിച്ചിട്ട് നബി സംഭവിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു ഇനി വന്നൂടെ എന്ന് വെച്ചു. ഇനി ഞാൻ സത്യസന്ധനായ പ്രവാചകനാണെന്ന് സംഭവിച്ചു. ഇപ്പൊ ശരിക്കും ബോധ്യപ്പെട്ടു ഇയാൾക്ക്. അപ്പൊ ഇയാൾ പറയാണ് മാ റഅയ്തു അഹദൻ അസ്ഹറ മിൻ മുഹമ്മദ്, മുഹമ്മദിനേക്കാൾ മാസ്മരികതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് ഒരു വലിയ കങ്കട്ടുകാരൻ തന്നെയാണ്, ഒരു വലിയ ചാലവിദ്യക്കാരനാണ്, ആരെയും കണ്ണുവെട്ടിക്കാൻ കഴിയുന്ന ഒരാളാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. തള്ളിക്കളഞ്ഞു. സംഗതി റുഖൂലുൽ ഹസ്ദ് പുറത്തത് പറഞ്ഞെങ്കിലും ഈ അസൂയാലുവിന്റെ മനസ്സ് സമ്മതിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹസ്ദീങ്ങൾ എല്ലാവരും അംഗീകരിച്ച് നാക്കുകൊണ്ട് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. റുഖൂലുൽ ഹസ്ദി അസൂയാലുക്കളുടെ മനസ്സുകൾ സമ്മതിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ. ഇതേ ഒരു സംഭവം അബൂജഹലിനുണ്ടായിട്ടുണ്ട്. അബൂജഹൽ ഒരിക്കൽ അങ്ങനെ കത്തിക്കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞിട്ട്. അബൂജഹൽ കത്തിക്കയറിയിട്ട് പറഞ്ഞു അവൻ വലിയ വീമ്പിളക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ മുഹമ്മദിന്റെ അടുത്തേക്ക്? മുഹമ്മദിനെ ഞാൻ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തി കാണിച്ചു തരാം. സത്യപ്രവാചകനാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു എന്നാ പോവാറുണ്ട്. അങ്ങനെ അബൂജഹലുമായിട്ട് വന്നൊരു സംഭവമുണ്ട്. ഖദീജ ബീവിന്റെ വീട്ടിലിരിക്കുക നബി. അപ്പൊ അങ്ങോട്ടാ വന്നത്, വീട്ടിക്കാ തെരഞ്ഞു വന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ മത്സരാകുമ്പോ അതിനൊരു കളമൊക്കെ നിശ്ചയിക്കണം. വെറുതെ മുറ്റം മുഴുവൻ ഓടിയിട്ട് പിടിച്ചിട്ടൊരു കാര്യമില്ല. ഒരു കളം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പിടിച്ച് തള്ളിടാൻ കഴിയണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ പറഞ്ഞു ആവാൻ കളം വരക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ ഖദീജ ബീവിയാണ് വഅഖ്റജത്ത് ഖദീജത്തു ബിസാത്തല്ലഹും. ഖദീജ ബീവി അവർക്കൊരു വിരിപ്പിട്ട് കൊടുത്തു. ഈ റസൂലുള്ളാഹി പറഞ്ഞു ഈ വിരിപ്പിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം പരിപാടിയാണ്. അങ്ങനെ ആ പിടിച്ചില്ലേ. 3 വട്ടം ഇവിടെയും ആവർത്തിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. തോറ്റുപോയി. അബൂജഹൽ വളരെ നിന്ദ്യമായിട്ട് തോറ്റുപോയി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ വട്ടം റസൂലുള്ളാഹി 2 വട്ടം റസൂലുള്ളാഹി തള്ളി. 3ാമത്തെ വട്ടം റസൂലുള്ളാഹി വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിന്നു കൊടുത്തു. അവിടെ ആ ചരിത്രം വായിക്കുമ്പോ കാണാ കാമക്കൽ ജബൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മല പോലെ അങ്ങനെ നിന്നു. ഇവൻ ഉന്തി വിയർക്കുക എന്നല്ലാതെ നബി തങ്ങൾ അനങ്ങണില്ല. എന്നാ നബി ഒന്നാട് തള്ളിയ ഇയാളെപ്പോഴോ വീഴും, പക്ഷെ നബി തള്ളുന്നില്ല. നബി ഈ രസം കാണികളെ കാണിക്കാൻ ഇയാൾ തള്ളി വിയർത്തു. അവസാനം സയ്യിദുനാ റസൂലുള്ളാഹി ഇയാളുടെ എല്ലാം ആയിട്ടുണ്ട്, എല്ലാം തീർന്നിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഒരു തള്ളം കൊടുത്തു, അണ്ട് വീണു. ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട കാല് ഈ മഹാധിക്കാരിയുടെ ഈ അഹങ്കാരിയുടെ നെഞ്ചത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് മതിയോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഹസ്ബി, മതി മുഹമ്മദേ എന്നവൻ പറഞ്ഞുപോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പക്ഷേ വിശ്വസിച്ചില്ല. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ ഷഹിദത് ബിസിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്ദി. അല്ലാഹു വലി നിഅ്മൽ വലി. അൽ ബദ്റു ശുഖ ബിഅംരിഹി വശംസു ഈദ് ഗറുബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. അൽ ബദ്റു ശുഖ ബിഅംരിഹി. ചന്ദ്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർഡർ പ്രകാരം ചന്ദ്രനെ പിളർത്തിയിട്ടുണ്ട്. ചന്ദ്രനെ പിളർത്തി കാണിച്ചില്ലേ? 2 കഷ്ണമാക്കി പിളർത്തി കാണിച്ചു. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്റെ പ്രസംഗത്തിന്റെ തുടക്ക ദിവസം ഞാൻ ഓതിയ സൂറയാണ്. ഓരോ ദിവസത്തിലും പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതിയ സൂറയിലേക്ക് തീരെ കടന്നിട്ടില്ല. കാരണം ഇന്നാഴ്ത്തൈനാക്കൽ കൗസറിലേക്ക് കടന്നാൽ ഒരു ലോകമാണ്. സൂറത്തു അലം നസ്റഹിലേക്ക് കടന്നാൽ അതിലേറെ വലിയൊരു ലോകമാണ്. സൂറത്തുൽ ദുഹായിലേക്ക് കടന്നാൽ അതിലേറെ വലിയൊരു ലോകമാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി, അതിലും വലിയൊരു ലോകമാണ്. സമയം കിട്ടൂല എന്ന് കരുതിയിട്ട് നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന ആയത്തുകൾ തൽക്കാലം ബറക്കത്തിനോതി അവിടെ വെച്ചതാണ്. ഒറ്റ ദിവസവും അങ്ങോട്ട് കടന്നിട്ടില്ല. ഇന്നാഴ്ത്തൈനാക്കൽ കൗസർ നബിയെ തങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഹബീബായ തങ്ങളെ തങ്ങൾക്ക് നൽകി. ഇതാ ബദ്ർ പിളർത്തുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് തന്നെയല്ലേ വലുത്? അതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് ഏതാ? അൽ ബദ്റു ശുഖ ബി അംരിഹി.
അൽ ബദ്റു ശുഖ ബിഅംരിഹി. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തത് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചപ്പോൾ ചെങ്കടൽ പിളർത്തിയതാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹമെങ്കിൽ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടലിൽ അടിച്ചപ്പോഴാ ചെങ്കടൽ പിളർത്തിയതെങ്കിൽ വഅമ്മാ മുഹമ്മദുൻ ഫഫലഖ ലഹുൽ ഖമറ ഫിസ്സമാ. മുഹമ്മദ് നബിക്ക് കയ്യെത്താ ദൂരത്തുള്ളതല്ല ഖമറ്, അമ്പിളിമാമനെ പിളർത്തി മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വടികൊണ്ട് തച്ചല്ല, അടിച്ചല്ല പിളർത്തിയത്, മറിച്ച് തന്റെ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് ഇശാറത്ത് ചെയ്തപ്പോഴേക്ക് കേക്ക് മുറിക്കും പോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 2 കഷ്ണമാകുന്നു. നമ്മുടെ രാജ്യത്തുള്ള ഒരു രാജാവ് വരെ ചേരമാൻ പെരുമാളടക്കം വന്നത് കണ്ടു എന്നല്ലേ? അതിന്റെ പേരിലല്ലേ ചേരമാൻ പെരുമാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ഹിജ്റ 5-ാം വർഷമാണ് ഇത് നടക്കുന്നത്. ഹിജ്റ 5-ാം വർഷം ഇന്ത്യയിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. 5-ാം വർഷത്തിലെത്തിയിട്ടുണ്ട്. അതേ സംഭവം ഇവിടെ ഇരുന്നിട്ട് കണ്ടു. അന്ന് മാനത്തേക്ക് നോക്കിയൊക്കെ അത് കാണാൻ പറ്റും. കാരണം ലോകം മുഴുവൻ സംഭവിച്ച ഒരു കേസാണ്. അതങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത് വെറുതെ മുഹമ്മദ് നമ്മളെ കണ്ണ് പൊടിയിട്ടതായിരിക്കും. നമ്മളെ യാത്രക്കാർ വരുന്നുണ്ടല്ലോ ഷാമെന്ന്, ഓലെത്തിയിട്ട് നമുക്ക് ചോദിക്കാം ഓലൊക്കെ പോന്നിടത്തുണ്ടോ, അവര് കണ്ടിരുന്നോ? കങ്കട്ടുകാരിപ്പോ പല പരിപാടികളും കാണിക്കുമല്ലോ. 10 റുപ്യ എടുത്തിട്ട് കടലാസായി കാണിക്കും, കടലാസ് 10 റുപ്യയാക്കി കാണിക്കും. അങ്ങനെയൊക്കെ ആണോ എന്നുള്ള നിലയ്ക്ക് ഇവരെന്ത് ചെയ്തു പറഞ്ഞു. ഇത് അവരൊക്കെ വന്നതിന്റെ ശേഷം ചോദിക്കാം നമ്മളെ കണ്ണിൽ പൊടിയിട്ടതാണോ നോക്കണല്ലോ. അങ്ങനെ അവര് എത്തിയപ്പോൾ ചോദിച്ചു ഇവിടെ മുഹമ്മദ് വലിയൊരു അത്ഭുതം കാണിച്ചു, നിങ്ങളെങ്ങാനും മാനത്തേക്ക് നോക്കിയിരുന്നു അപ്രതീക്ഷിതമായിട്ട്? അവർ പറഞ്ഞു ഞങ്ങൾ മൈതാനത്തിലൂടെ അങ്ങനെ വരികയാണ്. അപ്പൊ നോക്കി, ശത്രുക്കളാ പറയുന്നത്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഖമർ 2 കഷ്ണമായി പിളർന്ന രംഗം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താ സംഭവിച്ചത്? ഷഹീദത്ത് ബിസിഹതിഹാ ഉഖൂലുൽ ഹുസ്സദി അൽ ബദ്റു ശുഖ ബിഅംരിഹി വശംസു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വല്ലാത്തൊരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ, ഖിയാമത്ത് നാൾ അടുത്തു. അതിന്റെ 1-ാമത്തെ ലക്ഷണമാണ് ഖമർ പിളർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖമർ പിളർത്തിയിട്ട് ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ ഉദ്ഘാടനം ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ അല്ലേ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഉദ്ഘാടനം കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് തന്നെ ഖിയാമം വരാം. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു ഹിജ്റ 5-ാം വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നില്ല, അവിടെ കുറെ സംഗതികളൊക്കെ പറയാനുണ്ട്, പല മഹാന്മാരുടെയും അവതരണങ്ങൾ. പക്ഷേ എങ്ങനെ പറയും, ഇനിയുണ്ട് 8 വരികൾ നമുക്ക് വിശദീകരിക്കാൻ. 8-9 വരികൾ ഇനിയും ബാക്കി കിടക്കാം. അപ്പൊ നമുക്ക് വേഗം പോകാം. അൽ ബദ്റു ശുഖ ബിഅംരിഹി വശംസു. ചെരുമാൻ പെരുമാൾ അന്ന് ഏത് ചെയ്യുന്നു? ഒന്ന് ആകാശത്തേക്ക് നോക്കി അർദ്ധരാത്രിയിൽ. അതുകൊണ്ടാണ് മൂപ്പര് ആ രംഗം കണ്ടത് എന്നാ. അങ്ങനെയാണ് മൂപ്പര് മുസ്ലിം ആകുന്നത്. ഇസ്ലാമിനെ കുറിച്ച് കേട്ടപ്പോൾ ഈ ഒരു മഹാസംഭവം അവർ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയവർ ഉടനെ തന്നെ അദ്ദേഹം വിശ്വസിക്കുകയായിരുന്നു. വശംസു ഇദ് ഗറുബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. വശംസു ലഹു, സൂര്യൻ, ഇത് ഗറുബത്ത്, സൂര്യൻ അസ്തമിച്ച സമയത്ത്, ലഹു, തിരുനബി തങ്ങൾക്ക് വേണ്ടി, റുദ്ദത്ത്, അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ബിഗൈരി തറദ്ദുദി, ഡൗട്ട് വേണ്ട. ഒരു സംശയവും വേണ്ട, അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഹന്തക്ക് യുദ്ധനാളില് സ്വലാത്തുൽ അസ്ർ ഖളാ ആയി പോകുമ്പോ, അസ്ർ നിസ്കാരം ഖളാ ആയി പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അസ്ർ നിസ്കരിക്കാൻ ബാക്കിയുണ്ട്, പടച്ചോനെ സൂര്യൻ ഇങ്ങ് തന്നെ വരണം. അസ്തമിച്ചങ്ങ് പോയ സൂര്യൻ 2ാമത് ഇങ്ങ് വന്നു, അസ്ർ അദാ ആയി തന്നെ കിട്ടാൻ. റുദ്ദത്ത് ബിഗൈരി തറദ്ദുദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ എത്ര ഒരുപാട് സംഭവങ്ങൾ ഇതിനൊക്കെ പറയുന്നുണ്ട്. ഞാനിത് 1-2 അങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകുന്നത്, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും സൂര്യൻ സഞ്ചരിക്കുന്ന സൂര്യനെ സയ്യിദുനാ റസൂലുള്ളാഹി പിടിച്ചു നിർത്തിയത് ചരിത്രത്തിൽ കാണാം. അൽ ബദ്റു ശുഖ ബിഅംരിഹി വശംസു ഇദ് ഗറുബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി വൽ വഹ്ശു വൽ അശ്ജാറു കസ്സജദതു ലഹു വഅലൈഹി കസ്സല്ലംന ബഅദ തശഹുദി. അല്ലാഹു വലി. ഖമർ പിളർന്നത് കണ്ടിട്ടു അവർ വിശ്വസിച്ചില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു വന്നതിൽ അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇഖ്തറബത്തി സാഅതു വൻശഖൽ ഖമർ വഇൻ യറൗ ആയതൻ യുരിദു വയഖൂലു സിഹ്റും മുസ്തമിർ. ഖുർആൻ പറഞ്ഞു സൂറത്തുൽ ഖമർ
1-2 ആയത്തുകൾ ശ്രദ്ധിച്ചാൽ കാണാം. ആയത്തിന്റെ ഏത് തെളിവ് അവരങ്ങ് കണ്ടാലും യുരിദു അവർ പിന്തിരിയും, വയഖൂലു അവർ പറയും സിഹ്റും മുസ്തമിർ, ഇത് സ്ഥിരം സിഹറാണ് എന്ന് പറയും, ഇത് മുഹമ്മദിന്റെ സ്ഥിരം പൊട്ടീസാണ് എന്ന് അവർ പറയും. എല്ലാം അങ്ങ് തള്ളിക്കളയും. സംഗതി അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഭവങ്ങളൊക്കെ ഇമാം ബുഖാരി അടക്കം ഈ ഇൻഷിഖാഖുൽ ഖമറിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഖുർആനിൽ തന്നെ നേരിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അതൊന്നും പറയേണ്ടതില്ല. അതുപോലെ തന്നെ സൂര്യനെ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞു. ഖന്തക്ക് യുദ്ധത്തിന്റെ നാളിൽ സൂര്യനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖൈബറിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് നമുക്ക് കാണാം. വൽ വഹ്ശു വൽ അസ്ജാർ, വൽ വഹ്ശു വൽ അസ്ജാർ, കാട്ടുമൃഗങ്ങളും മരങ്ങളും, വൽ വഹ്ശു വന്യജീവികൾ, വൽ അസ്ജാറു മരങ്ങളും, കസ്സജദതു ലഹു നബിതങ്ങൾക്ക് വേണ്ടി സുജൂദ് ചെയ്തു, വഅലൈഹി കസ്സല്ലംന നബിതങ്ങളുടെ പേരിൽ അവയൊക്കെ സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. മരവും കല്ലും കാട്ടുമൃഗങ്ങളും ഒക്കെ നബിയെ കണ്ടപ്പം ബഅദ തശഹുദി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു സംഭവം? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു എന്ന് പറയുന്നു, ഞാൻ നബിയോടൊപ്പം അതാ മദീന വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അഅറാബിയുടെ തമ്പിനടുത്തുകൂടെ ഞങ്ങൾ പോകുന്നത്. ഒരു അഅറാബിയുടെ തമ്പിനടുത്തുകൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. അപ്പണ്ട് ഈ തമ്പിനടുത്ത് തന്നെ, ഈ അഅറാബിയുടെ തമ്പിനടുത്ത് തന്നെ ഒരു മാൻപേടയെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. ആ മാൻപേട റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഹാദൽ അഅറാബിയ ഇസ്താദനി വലി ഖശ്ഫാനി ഫിൽ ബരിയ, നബിയേ ഫിൽ ബരിയ, നബിയേ ഇതാ ഈ അഅറാബി എന്നെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്നതാ. എനിക്ക് വിഷമമൊന്നുമില്ല, അള്ളാഹു അയാൾക്ക് ഹലാലാക്കിയത്. അയാൾ എന്നെ വേട്ടയാടി പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ എനിക്ക് ചെറിയ 2 മക്കളുണ്ട് മരുഭൂമിയിൽ നബിയെ. അതുകൊണ്ട് എന്റെ അകിട്ടിൽ പാല് വീർത്ത് കെട്ടിയിട്ടുണ്ട് നബിയെ, എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള പാല്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോടല്ലേ പറയുന്നത്, എന്റെ അകിട് പാല് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് പാല് വീർത്ത് കെട്ടിയിട്ട് എനിക്ക് വേദനിക്കുന്നുണ്ട് നബിയെ, അതെന്റെ കുട്ടികൾക്ക് കൊടുക്കാഞ്ഞിട്ട്. എന്നാൽ ഇയാള് വേഗം പിടിച്ചിട്ട് എന്നെ അറുത്ത് കളയാണെങ്കിൽ എനിക്ക് പിന്നെ ആ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടിയില്ലായിരുന്നു. എന്റെ കുട്ടികൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. അള്ളാഹു ഇയാൾക്ക് അനുവദനീയമാക്കിയതുമാണ്. എന്നാ ഇയാൾ എന്നെ അറുക്കുന്നുമില്ല, ഇയാൾ എന്നെ എങ്ങനെ ഇട്ടാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. വലായദഉനി, എന്നാൽ ഇയാൾ എന്നെ കാട്ടിലേക്ക് വിടുന്നുമില്ല. അങ്ങനെ വിടുകയാണെങ്കിൽ എനിക്ക് എന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കാമായിരുന്നല്ലോ തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇൻ തറക്തുക തർജിഇ, ഞാൻ നിന്റെ മക്കൾക്ക് പാലൂട്ടാൻ വിട്ടാൽ നീ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. അത്ഭുതപ്പെടേണ്ട, ഖുർആൻ വിശ്വസിക്കുന്നവർ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. ഉറുമ്പ് സുലൈമാൻ നബിയോട് സംസാരിച്ചു എന്ന് ഖുർആനിലല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാൻപേട സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുത ഉള്ളത്? ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മാൻപേട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്താ നബിയെ നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞയച്ചാൽ ഞാൻ തിരിച്ചു വരുമോന്നോ? നഅം യാ റസൂലല്ലാഹ്, തീർച്ചയായും വരും നബിയെ. എന്റെ മക്കൾക്ക് ഒരിക്കലും കൂടെ പാല് കൊടുത്തിട്ട് പോരാലോ, അല്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കട്ടെ തങ്ങളെ, കടുത്ത ശിക്ഷ അള്ളാഹു എനിക്ക് തന്നോട്ടെ, ഞാൻ തിരിച്ചു വരൂലെങ്കിൽ. നബി തങ്ങളോട് കരാറ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ കെട്ടഴിച്ചു വിട്ടു. ഈ അഅറാബി ഉറങ്ങായിരുന്നു. അഅറാബി ഉറങ്ങായിരുന്നു. ഇയാളോടും കൂടെ ചോദിച്ചില്ല സയ്യിദുനാ റസൂലുള്ളാഹി കെട്ടഴിച്ചിട്ടു. കാരണം റസൂലുള്ളാഹിക്ക് ഉറപ്പത് തിരിച്ചു വരും. അഅറാബി ഉണർന്നപ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല, ആ മാൻപേടയെ കാണുന്നില്ല. മാൻപേടയെ കാണാത്തപ്പോൾ ഇയാൾ തമ്പിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ള പറഞ്ഞു, ആ മാൻപേട എന്നോട് പറഞ്ഞു എന്റെ അകിട്ടിൽ പാല് കെട്ടി വീർത്തിട്ടുണ്ടെന്ന്, കുട്ടികൾക്ക് മുല കൊടുത്തിട്ട് തിരിച്ചു വരാം, ഞാൻ അതിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇയാൾ എന്തായിരിക്കും ഇയാളുടെ നിലപാട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാളുടെ നിലപാട് എന്തായിരിക്കും? ആ സാധനം തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നീ ഏൽക്കോ മുഹമ്മദെ? തീർച്ചയായിട്ടും ഞാൻ ഏൽക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ആ മാൻപേട തിരിച്ചിങ്ങനെ വരുന്നു. ആ മാൻപേട കൊണ്ട് തിരിച്ചിങ്ങനെ വരുന്നു. സുബ്ഹാനല്ലാഹ്, ഫലം തൽബസ് അൻ ജാഅത്, അതുണ്ട് ഓടിക്കതച്ച് ഇങ്ങനെ വരുന്നു. ഓടിക്കതച്ച് ചാടിക്കതച്ച് ഇങ്ങനെ വരുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അങ്ങ് മുഖം കുത്തി. നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് കസ്സജദതു ലഹു, ഇതാണ് ഈ സുജൂദ് എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം.
നബി തങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് ശരിക്കങ്ങ് സാഷ്ടാംഗം നമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പിടിച്ച് ആ കയറ്റിൽ അവിടെ കെട്ടിയിട്ടു. ദാ നിന്റെ മാനിനെ ഞാൻ തിരിച്ചു തന്നുട്ടോ. ഇയാൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല, അന്തിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ നബി തങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം. ഈ മാൻപേടക്ക് എന്തൊരു വിഷമമുണ്ട്, ഇതിനെ കുട്ടികളെ കാണാഞ്ഞിട്ടും അതിന് മുലയൂട്ടാഞ്ഞിട്ടും. എന്നോടൊന്ന് സമ്മതം വാങ്ങി അത് പോയി. എന്നാൽ ഈ മനുഷ്യനോടൊന്ന് ഇടപെട്ട് നോക്കുക അല്ലെ, ആർക്കും ഒരു ശഫായത്ത് പറഞ്ഞു നോക്കുക. പോയാ ഒരു വാക്കല്ലേ പോവുള്ളൂ, കിട്ടിയ ഒരു വലിയ ഉപകാരമല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തബീഉനിഹ, ഈ മാൻപേടയെ നിങ്ങൾ വിൽക്കുവോന്ന് ചോദിച്ചു. ഈ വേട്ടക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ഈ മാൻപേടയെ വിൽക്കുവോന്ന് ചോദിച്ചു. ഹിയലക യാ റസൂലല്ലാഹ്. ഇയാൾ ഇതൊക്കെ പാടെ കണ്ടപ്പോഴേക്ക് ഇയാൾ ആകെ പിടുത്തം വിട്ടു. ഇയാൾ പറഞ്ഞു, അതിന് പൈസ ഒന്നും തരണ്ട, നിങ്ങൾ കൊണ്ടേക്കോളിയായിരുന്നു. ഹിയലക യാ റസൂലല്ലാഹ്, അത് നിങ്ങൾക്കാണ് നബിയേതോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, പൊരുത്തത്തോടെ തന്നതാണോ എന്ന് ചോദിച്ചു. അതേ. ഫാത്തിലഖഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അതിനെ കെട്ടയച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ നോക്കിപ്പോയിട്ട് നല്ല നിനക്ക് ജീവിച്ചട്ടോ, കാട്ടിക്കങ്ങ് വിട്ടോ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഈ സംഭവം കണ്ടിട്ടുണ്ടല്ലോ. സയ്യിദ് ഇബ്നു അർഖം ഇതിന് സാക്ഷിയാ. ആ സയ്യിദ് ഇബ്നു അർഖം പറയാണ്, ഫഅന വല്ലാഹി റഅയ്തുഹാ തസീഹു ഫിൽ ബർരിയ. ഫഅന വല്ലാഹി റഅയ്തുഹാ തസീഹു ഫിൽ ബർരിയ. ആ മാൻപേടയെ ഞാൻ ശരിക്ക് അടയാളം വെച്ചിരുന്നു, അതിന്റെ ഒരു അടയാളം നോക്കി വെച്ചിരുന്നു. അങ്ങനെ ആ മാൻപേട പിന്നീട് ഒരുപാട് കാലം മരുഭൂമിയിലൂടെ മേഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തസീഹു, അതിങ്ങനെ ബലസി നടക്കുന്നത്, അതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് പലപ്പോഴും മരുഭൂമിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വത്തഖൂലു, എന്നല്ല ആ സമയത്തത് പറയുകയും ചെയ്യുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചൊല്ലണം, വൽ വഹ്ശു വൽ അശ്ജാറു കസ്സജദത് ലഹു വഅലൈഹി കസ്സല്ലംന ബഅദ തശഹുദി. അല്ലാഹ് വലി, അല്ലാഹ് വലി, നിഅമൽ വലി. സ്വല്ലു അലാ ഹാദൻ നബി മുഹമ്മദി. ശറഫുൽ അനാമിലെ ഒരു വരി, ശറഫുൽ അനാം മൗലിദിൽ നിങ്ങൾ കേൾക്കാറില്ലേ ഇമാം ഹരീരിയുടെ ഒരു വരി, അതും ഇതുപോലെ ഹൃദ്യമാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ഇമാം ഹരീരി. അവരെഴുതിയതാണ് ശറഫുൽ അനാം മൗലിദ്. ആ ശറഫുൽ അനാം മൗലിദ് ഇതുപോലെ നമുക്ക് പരിചയപ്പെടുത്തണം. പക്ഷേ ഒരുപാട് ദീർഘമുള്ളതാണ്, എത്ര ദിവസം എടുത്താലും തീരൂല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ അതിലെ അശ്റഖ ബൈത്ത് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു വേദി കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് അശ്റഖ ബൈത്ത് മാത്രം. വല്ലാത്ത അർത്ഥവത്തായ വരികളാണ് ഇമാം ഹരീരിയുടെ വരികള്. ആ ഇമാം ഹരീരി റളിയല്ലാഹു അൻഹു അശ്റഖ ബൈത്തിൽ പറഞ്ഞ ഒരു വരിയാ പറയുന്നത്, വഅതാകൽ ഉദു യബ്കി വതദല്ലൽ ബൈന ദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ ലബിയുൻ നഫൂർ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. വഅതാകൽ ഉദു യബ്കി, നബിയെ തങ്ങളുടെ അടുത്ത് ഒട്ടകങ്ങൾ കരഞ്ഞുകൊണ്ട് തങ്ങളെ സമീപിച്ചു. വതദല്ലല ബൈന യദൈക, തങ്ങളെ മുമ്പിൽ വന്നിട്ട് അവ താഴ്മ പ്രകടിപ്പിച്ചു. തങ്ങളെ മുമ്പിൽ വന്ന് അവ ഒതുങ്ങിത്തന്നു. വസ്തജാറക യാ ഹബീബി, എന്റെ ഹബീബേ, എന്റെ പ്രിയപ്പെട്ട ഹബീബേ, അങ്ങയോട് വന്നിട്ട് ഒട്ടകങ്ങൾ വന്ന് അഭയം തേടിയില്ല തങ്ങളെ. ഓടിച്ചാടി പോകുന്ന മാൻപേടകൾ അങ്ങയുടെ അടുത്ത് വന്ന് അഭയം തേടിയില്ല തങ്ങളെ. ഇതാണ് ആ പാടുന്നതിന്റെ ഒക്കെ അർത്ഥം. അശ്റഖൊക്കെ നമ്മളിങ്ങനെ ചൊല്ലും, അർത്ഥറിഞ്ഞ് ചൊല്ലിയാൽ എത്ര ഗൗരവമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊക്കെ. വഅതാകൽ ഉദു യബ്കി വതദല്ലൽ ബൈന ദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ ലബിയുൻ നഫൂർ. യാ നബി സലാം അലൈക്കും. കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് എങ്ങനെയായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദീകരിച്ചിട്ട് ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയൊരു സംഭവം തന്നെയെങ്കിലും ഈ സംഭവങ്ങൾക്ക്, ഈ ഹദീസുകൾക്കൊക്കെ പറഞ്ഞ്, ഈ ബൈത്തുകൾക്കൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ എത്ര വേണം? 10:30 കഴിഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം എന്തായാലും ഒറ്റ ദിവസം അല്ലേ? നിങ്ങൾ
ഒരു 10 മിനിറ്റും കൂടെ നിങ്ങൾ സഹിക്കുക. 10 മിനിറ്റ്, അത് കഴിയുമ്പോഴത്തേന് ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കും. പെട്ടെന്ന് ചുരുക്കാം. വമിനൽ യസീരി സഖാവ അത്അമ ജൈശഹു ഹത്ത ക്തഫൗ വയസീറുഹു ലം യൻഫദി. ഇനി അവിടെ തന്നെ എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വഹ്ഷും അസ്ജാറും, കാട്ടുമൃഗങ്ങൾ വന്നതിന് ഉദാഹരണം പറഞ്ഞു. ഷജറു വന്നതിന് ഉദാഹരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തെ കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ മരം നടന്നിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ മറക്കിരിക്കണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ വേണമെന്ന് പഠിപ്പിച്ച ആളാണ്. ഒരു മറയിലിരിക്കാവൂ, ഒഴിഞ്ഞ സ്ഥലത്ത് മാട്ടുംപുറത്തൊക്കെ ഇരിക്കുന്നത് പോലെ ഇരിക്കരുത്. എന്ത് ചെയ്യണം? ഒരു മറ പിടിച്ചിട്ടായിരിക്കണം എപ്പോഴും ഇരിക്കേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചു. അപ്പോൾ ഒരു മറ കിട്ടണം. നബിക്ക് ഒഴിഞ്ഞ മരുഭൂമിയിൽ മറയൊന്നുമില്ല, കുറച്ച് അകലെ ഒരു മരമുണ്ട്. ആ മരത്തോട് നബി പറഞ്ഞു, എനിക്ക് ഒരു പ്രാഥമിക ആവശ്യം എനിക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കണം, ഒന്നിങ്ങ് വരണം. മരത്തിന്റെ ചില്ല താഴ്ന്നു വന്നു റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ. റസൂലുള്ള പ്രാഥമിക ആവശ്യം നിർവഹിച്ചു, മറയായി നിന്നു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അത് പൊങ്ങി അങ്ങ് പോയി. ഒക്കെ ചരിത്രങ്ങളാണ്, എല്ലാം കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. വൽ വഹ്ശു വൽ അസ്ജാറു കസ്സജദതു ലഹു വഅലൈഹി കസല്ലംന ബഅദ തശഹുദി. നബി തങ്ങൾ മദീനയിൽ മക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ നബി തങ്ങളോട് സലാം പറഞ്ഞിരുന്ന ഒരുപാട് കല്ലുകൾ ഉണ്ടായിരുന്നു അത്രേ. സ്ഥിരമായിട്ട് സലാം പറയത്രേ. വഅലൈഹി കസല്ലംന ബഅദ തശഹുദി. തൽക്കാലം ആ ചരിത്രമൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ്, കാരണം ഇതിന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. തോൽക്കുന്നു നമ്മൾ. ഹബീബിന്റെ മദ്ഹിന്റെ മുമ്പിൽ തോൽക്കേണ്ടി വരും. ഈ 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാ? 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ നേരത്തെ പറഞ്ഞു 32 സീഡികളിൽ നേരത്തെ ഞാൻ ഈ ഖസീദത്തുൽ ബുർദ വ്യാഖ്യാനിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞു തീർക്കാൻ കഴിയാതെ പരാജയപ്പെട്ടതാണ്. അപ്പൊ ഈ 5 ദിവസം കൊണ്ട് ഹബീബിനെ എങ്ങനെ പറഞ്ഞാലും തീരില്ല. കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിപ്പിക്കുകയും തീറ്റിപ്പിക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ സാധനത്തിൽ നിന്ന് നബി കുടിപ്പിക്കുകയും തീറ്റിക്കുകയും ചെയ്തു. ജൈശഹു, അവിടുത്തെ അനുയായികളെ, അവിടുത്തെ സൈന്യത്തിന് കുറഞ്ഞ ഭക്ഷണം, കുറഞ്ഞ വെള്ളം അത് കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവരും മതിയാക്കി കളയുന്നല്ല, അവർക്കൊക്കെ മതിയാകുന്നത് വരെ, മതി വരുവോളം റസൂലുള്ള കൊടുത്തു. സംഗതി കുറച്ച് വെള്ളേ ഉള്ളൂ. വയസീറുഹു, അപ്പോഴും ആ കുറഞ്ഞ ഭക്ഷണവും വെള്ളവും ലം യൻഫദി, അത് തീരെ തീർന്നിട്ടില്ല. ലം യൻഫദി, അപ്പോഴും അത് തീർന്നിട്ടില്ല, അപ്പോഴും നിലവിലുണ്ടായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ ഇതാ പ്രത്യേകിച്ച് പറയുന്നു. ഖന്ദക്ക് കിടങ്ങു കുടിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ വയറ്റത്തെല്ലാരും കല്ലുവെച്ച് കെട്ടിയിട്ടുണ്ട്. നബി തങ്ങളുടെ വയറിൽ അതാ 2 കല്ലാ വെച്ച് കെട്ടിയത്. പരുക്കൻ പാറകൾ എടുത്ത് കെട്ടിയിരിക്കുന്നു. വിശപ്പിന്റെ കടുപ്പം കൊണ്ടൊരു ബാലൻസ് കിട്ടാൻ. അല്ലെ, വിശപ്പിൽ നല്ല അര മുറുക്കി കെട്ടാറുണ്ട്, ബെൽറ്റ് ടൈറ്റ് ആക്കാറുണ്ട്, ഒരു ഉറപ്പ് കിട്ടാൻ. എന്നതുപോലെ ഒന്നും കൂടെ വയറ്റിനൊരു ഭാരം കിട്ടാൻ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഖന്ദക്ക് കിടങ്ങ് കുടിക്കുമ്പോ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ വയറ്റത്തേക്ക് ഞാൻ നോക്കിയപ്പോ 2 കല്ലുകളുണ്ട് വെച്ച് കെട്ടിയിരിക്കുന്നു. അത് കണ്ടപ്പോ എനിക്ക് വേദന തോന്നി. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ വീട്ടിലേക്കോടി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ നിങ്ങളെ മുമ്പിൽ വായിക്കുന്നത്. വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഹല്ലിന്തക്കി ഷൈഉൻ, എടി ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഫഇന്നി റഅയ്തു ബിറസൂലില്ലാഹി ഖമസൻ ശദീദ, നബി തങ്ങളുടെ വയറ്റത്തെ വിശപ്പ് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ് ചുരുണ്ട് കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവിടെ വല്ലതും ഉണ്ടോ, ഞാൻ നബി തങ്ങളെ ഇങ്ങ് വിളിച്ചോട്ടെ. അപ്പോ എന്റെ ഭാര്യ അവിടുന്ന് ഒരു ചെറിയ സഞ്ചി പുറത്തേക്ക് കൊണ്ടുവന്നു, ഒരു തോൽപാത്രം. അതില് ഒരു സാഴ് തൊലിക്കോതമ്പുണ്ട്. ഇതുകൊണ്ട് നമുക്ക് അല്പം റൊട്ടി ഉണ്ടാക്കാം, ഈ ഗോതമ്പ് കൊണ്ട് അല്പം റൊട്ടി ഉണ്ടാക്കാം. വലനാ ബുഹൈമത്തുൻ ദാജിനുൻ ഫദബഹ്തുഹാ, ഞങ്ങൾക്കൊരു കൊച്ചുമൃഗവും ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു, ഒരു ആട്ടിൻകുട്ടി. അതിനെ പിടിച്ചിട്ട് ഞാൻ അറക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യ മാവ് പൊടിച്ചു, അത് റെഡിയാക്കി റൊട്ടി ചുടാനുള്ള ഒരുക്കങ്ങൾ ഭാര്യ പൂർത്തീകരിച്ചു. അവളുടെ പണി കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ പണിയും കഴിഞ്ഞു. ആടറത്ത് ഞാൻ ശരിപ്പെടുത്തി. ഞാൻ അതെല്ലാം കൊത്തി നുറുക്കി കലത്തിരിട്ടു. ആട് കൊത്തി നുറുക്കി കലത്തിരിട്ടത് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പൊടി നമ്മുടെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഈ പറഞ്ഞ ഗോതമ്പ് പൊടിയാക്കിയത്. അത് മാവാക്കിയിട്ട് കുഴച്ചു, എല്ലാം വെക്കുന്നു. ആ സമയത്ത് എന്നോട് ഞാൻ പറഞ്ഞു, എന്നായി ഞാൻ വരാ,
ഇത് വേവട്ടെ, അപ്പോഴേക്ക് ഞാൻ നബിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഖന്തക്കിന് കിടങ്ങ് കുടിക്കുന്നിടത്തേക്ക്, ഖന്തക്കിന്റെ കിടങ്ങ് കീറുന്നിടത്തേക്ക് ഞാനങ്ങ് ചെന്നപ്പോ പോകാനൊരുങ്ങുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തഫ്ലഹിനി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബിമൻ മഅഹു, നിങ്ങളെ നബിതങ്ങളോ ഒപ്പമുള്ളവരെയും കൊണ്ടെന്ന് എന്നെ വഷളാക്കരുത്. അല്ലെ, വീട്ടിൽ സാധനമില്ല, ഞാൻ ഭാര്യമാർക്കായിരിക്കുമല്ലോ ബേജാറ്, നിങ്ങൾ എന്നെ വഷളാക്കരുത് ട്ടോ. എല്ലാവരും കൂടെ കൊണ്ടുവന്നിട്ട് നബിനെ വിളിച്ചാൽ മതി, ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുണ്ടായാലും നമുക്കിത് കൊടുക്കാം, കൂടുതൽ കൊണ്ടുവരാൻ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, കൊടുക്കാനില്ല. അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോന്നാലേ, ഹന്തക്ക് കിടങ്ങ് കീറുന്നോലെ എല്ലാരും കൂടെ അങ്ങ് പോന്നാല്. അങ്ങനെ ഞാൻ പോയി, ഞാൻ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ചെന്നു. നോക്ക് നിങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത, ഫജീതുഹു ഫസാറർതുഹു, ഞാൻ നബി തങ്ങളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദബഹനാ ബുഹൈമത്തൻ ലനാ, നബി ഒരു കൊച്ച ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു, അതിനെ പിടിച്ചറുത്തുന്നു. വതഹന്നാ സാഅം മിൻ ഷൈൻ, ഒരു സാഴ് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് ആ പത്തിരിയും ചുട്ടിട്ടുണ്ട്, റൊട്ടിയും ചുട്ടിട്ടുണ്ട്. ഫതആല അൻത വനഫറു മഅക്, നിങ്ങളും ഒരു 10 താഴെയുള്ള ആളുകളും, നിങ്ങളും 10 താഴെയുള്ള ആളുകളും എന്റെ വീട്ടിലേക്ക് വരണം. നഫർ എന്ന് പറഞ്ഞാൽ അതാണ് 10 താഴെയുള്ള ആളുകൾ. ഈ 10 താഴെയുള്ള ആളുകളും നിങ്ങളും വരികയാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് കഴിച്ചൊന്ന് പോരാം. ഒന്ന് പതുക്കെ, ഇവരൊന്നും അറിയാതെ ഒന്നും ഇങ്ങോട്ട് പോന്നാൽ അള്ളാന്റെ റസൂലിന് കഴിയോ? വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കിടന്നു കീറുന്ന സഹാബത്തിനിടയിൽ നിന്ന് നബി മാത്രം പോയി ആട്ടിറച്ചിയും പത്തിരിയും തിന്നു പോരാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി. നബി തങ്ങൾ ഉടനെ തന്നെ ഉറക്കെ വിളിച്ചങ്ങ് പറഞ്ഞു, ഫസാഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അഹ്ലൽ ഖന്തഖ്, ഓ കിടങ്ങ് കീറുന്നവരെ, ഇന്ന ജാബിറൻ ഖദ് സനഅ സൂറാ ഫഹയ്യ ഹലം ബികും, ജാബിർ നിങ്ങൾക്ക് വേണ്ടി പാർട്ടി ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സയ്യിദുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതോടുകൂടെ പതക്കാൻ തുടങ്ങി, മനസ്സ് പതക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ പൊരേക്ക് വന്ന ഞാൻ എന്താ ചെയ്യാ? ആകെ ബേജാറായി. ഞാൻ ഓടിപ്പോയി. ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഓടിപ്പോകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തുൻസിലുന്ന ബുർമതക്കും വലാ തഖ്ബിസുന്ന അജീനക്കും ഹത്താ ജീഅ, ഞാൻ വരുന്നത് വരെ ആ ആട്ടുമാംസത്തിന്റെ കലം അടുപ്പത്തുനിന്ന് ഇറക്കരുത്, ഞാൻ വന്നിട്ടേ ഇറക്കാവൂ. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുഴച്ചു വെച്ച മാവില്ലേ, ആ മാവ് റൊട്ടിയാക്കി പരത്തുന്നതും ഞാൻ വന്നിട്ടാകാ, റൊട്ടി ചുടുന്നത് ഞാൻ വന്നിട്ടാകാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, സയ്യിദുനാ റസൂലുള്ളാഹി വരുന്നു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ മുമ്പിൽ. ആ സമയത്ത് എന്റെ ഭാര്യയുടെ അടുത്ത് വന്നപ്പം ഫഖാലത്ത്, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബിക വബിക ഫഖുൽതു ഫഖദ് ഫഅൽതു അല്ലദീ ഖുൽതി. എന്താണ് ആ പറഞ്ഞത്? അതൊക്കെ ഒരു ചെറിയ ചെറിയ ഷോർട്ട് ഫോമുകളാ. ബിക്ക ബിക്ക, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ വണ്ടിയും വലിയാ. ഞാൻ പോകുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞത് ശരിക്ക് കരുതിക്കോണ്ടി, ഇതെല്ലാം കൂടെ നിങ്ങൾ വലിച്ചു കൊണ്ടുവരണ്ട, ഞാൻ കുടുങ്ങും, വഷളാകുമെന്ന് പറഞ്ഞതാണ്, എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞു, മോളെ ഖദ് ഫഅൽതുല്ലദീ ഖുൽതി, ഇജ്ജ് പറഞ്ഞൊക്കെ ഞാൻ ചെയ്തിട്ട്, ഞാൻ റസൂലുള്ളാഹിനെ മാത്രം സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ റസൂലുള്ള അങ്ങനെയായിട്ട് വിളിച്ചു പറഞ്ഞു, ഞാനെന്ത് കാണിക്കാനാ, ഞാനെന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഞാനിങ്ങ് പോന്നു. അതാ അവര് വരുന്നു. അതാ ഉടനെ തന്നെ കുഴച്ചു വെച്ച മാവ് ഞാൻ വന്നിട്ടേ പത്തിരി ചൂടാവൂ എന്ന് പറഞ്ഞ മാവ് ഇങ്ങെടുത്തു വെച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, എവിടെ മാവ് എന്ന് ചോദിച്ചു. മാവ് എടുത്തു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ തുപ്പി. ഹബീബിന്റെ തുപ്പുനീര് എവിടെ? ഈ മാവിലേക്ക്. ഒരറപ്പൂല്ല, ഒരു വെറുപ്പൂല്ല മുഅ്മിനീങ്ങൾക്കുണ്ടോ? ഇവരൊക്കെ കാണേയല്ലേ ഇത് ചെയ്തത്. അടുത്ത വരിയിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, വലഹുൽ വസീലതു വൽ ഫളീലതു വൽ ഉലാ വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി ഔസാഫുഹു മാ യൻതഹി തഅദാദുഹാ فالمدح يقصر عن بلوغ المقصد وله الوسيلة والفضيلة والعلا. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് അൽ വസീലത്തു, വസീലത്ത് എന്ന പദവിയുണ്ട്, വൽ ഫളീലത്തു, ഫളീലത്ത് എന്ന പദവിയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. വൽ ഉലാ, അത്യുന്നതങ്ങൾ ഒരുപാടുണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി
വാഗ്ദത്ത നാളിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്തുത്യർഹമായ പോസ്റ്റുമുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു നൽകുന്ന മഹത്തായ സ്ഥാനമാണ്. ഈ സ്ഥാനത്തെക്കുറിച്ചാണ് വലഹുൽ വസീലത്തു വൽ ഫളീലത്തു വൽ ഉലാ വമഖാമുൽ മഹ്മൂദ് യൗമൽ മൗഇദ്. അന്നേ ദിനം എല്ലാവരും ഈ സ്ഥാനം ലഭിച്ചതിന്റെ പേരിൽ മറ്റമ്പിയാക്കളടക്കം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കും. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഔസാഫുഹു മാ യന്തഹി തഅദാദുഹാ ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. ഔസാഫുഹു മാ യന്തഹി തഅദാദുഹാ. അടുത്ത വരിയിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഔസാഫുഹു മാ യന്തഹി തഅദാദുഹാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങള്, ഹബീബിന്റെ ഗുണങ്ങള്, മാ യന്തഹി തഅദാദുഹാ, അത് എണ്ണി അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മാ യന്തഹി തഅദാദുഹാ, അതിന്റെ എണ്ണങ്ങൾക്ക് അറ്റമില്ല. അറ്റമില്ലാത്ത അത്ര എണ്ണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്തുക്കളുണ്ട്, ഗുണങ്ങളുണ്ട്. ഹബീബിന്റെ ഗുണഗണങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ അതൊരിക്കലും അവസാനിക്കില്ല. എത്ര തന്നെ മദ്ഹ് ചെയ്താലും, എത്ര തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളും യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി, ലക്ഷ്യസ്ഥാനത്തെത്താതെ എല്ലാം പരിമിതമായി ഒതുങ്ങുമെന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബിന്റെ മദ്ഹ് ആര് പറയാൻ ഒരുങ്ങിയാൽ ആ മദ്ഹ് പറയുന്നവൻ പരാജയപ്പെടുകയല്ലാതെ ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറയുന്നു, യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിദ് മഖ്സദി. ഇനി തുടർന്നുള്ള വരികൾ ഏതാനും ചില തവസ്സുലിന്റെ വരികളാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് മങ്കൂസ് മൗലിദ് അവസാനിപ്പിക്കുന്നത്, സമാപിക്കുന്നത് ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള ഏതാനും തവസ്സുലിന്റെ വരികളുമായിട്ടാണ്. സത്യത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ, ആ മഖ്ദൂം തങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തില് അവിടുന്ന് പാടിയതായിരുന്നു സത്യത്തിൽ ഈ വരികള്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ടവര് ഉണ്ടാക്കി വെച്ചതായിരുന്നു ഈ വരികള്. എങ്കിൽ ഈ വരികൾ ബഹുമാനപ്പെട്ടവര് പ്രതിസന്ധി ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ട് പാടാൻ വേണ്ടി രചിച്ചതാണെങ്കിൽ അത് അവസാനം മങ്കൂസ് മൗലിദിന്റെ അവസാന ഭാഗത്തേക്ക് ചേർക്കുകയായിരുന്നു. യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ. യാ സയ്യിദസ് സാദാത്ത്, നേതാക്കന്മാരുടെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിഅ്തുക ഖാസിദാ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഖാസിദാ, അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ വന്നത്. അർജു ഹിമാക, അങ്ങയുടെ സംരക്ഷണം കൊതിച്ചുകൊണ്ടാണ് അങ്ങയുടെ ചാരത്ത് ഞാൻ എത്തിയിരിക്കുന്നത്. ഫലാ തുഖയ്യിദ് മഖ്സദി, ആയതുകൊണ്ട് തന്നെ എന്റെ ലക്ഷ്യം ഒരിക്കലും നബിയെ തങ്ങൾ ഖായിദാക്കരുത്, എന്നെ വെറും കൈയോടെ തിരിച്ചയക്കരുത്. ലക്ഷ്യസാക്ഷാത്കാരം നേടാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കാൻ പാടില്ല. قد هل بي ما قد علمت من الأذى والظلم والضرب الشديد فأسعدي. ഓ നബിയെ, قد هل بي, തീർച്ചയായും എന്നിൽ വന്നെത്തിയിരിക്കുന്നു, എനിക്ക് വന്നെത്തിയിരിക്കുന്നു, എന്നിൽ ഇറങ്ങിയിരിക്കുന്നു. മാ ഖദ് അലിംത മിനൽ അദാ,
നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷമം ഈയിടെയായി എന്നെ പിടികൂടിയിട്ടുണ്ട്. വല്ലാത്ത ഒരു വിഷമമാണ്, വല്ലാത്ത ഒരു അങ്ങേയറ്റത്തെ പ്രയാസമാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രയാസം, ബലഹീനതയും പ്രയാസവും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾക്കതറിയാമല്ലോ. ഫഅസ്ഇദി, അതുകൊണ്ട് അങ്ങെന്നെയൊന്ന് സഹായിച്ചാലും, ഫഅസ്ഇദി, അങ്ങെന്നെയൊന്ന് സഹായിച്ചാലും. എന്താണ് ഈ വരികളിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഉദ്ദേശിക്കുന്നത്? മഖ്ദൂം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മഖ്ദൂം തങ്ങൾ പൊന്നാനിയിലെ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ തേക്ക്, ആ ഒരു തേക്കാണ്, ഒരു കോവിലകത്തുണ്ടായിരുന്ന തേക്ക്. അതുകൊണ്ടാണ് ആ പള്ളിയുടെ മുഴുവൻ നിർമ്മാണവും കഴിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്നിട്ടും ഒരു തുണ്ടം ബാക്കി വന്നു. അതുകൊണ്ട് പണിയെടുത്തിട്ട് ഒരു പള്ളിയുടെ ഫർണിച്ചറുകൾ മുഴുവനും, ഒരു പള്ളിയുടെ മരത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം അതിൽ നിന്നൊരു തുണ്ടം ബാക്കി വന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഒരു കോവിലകത്തായിരുന്നു. അവരുമായി ബന്ധപ്പെട്ട ഒരാളുടെ രോഗം സുഖപ്പെടുത്തിയാൽ, ഞാൻ സുഖപ്പെടുത്തി തന്നാൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ടത് സുഖപ്പെട്ടാൽ നിങ്ങൾ ആ തേക്ക് എന്റെ പള്ളി നിർമ്മാണത്തിലേക്ക് തരണമെന്ന് അന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ, നമ്പൂരിയോട് പറഞ്ഞപ്പോ അദ്ദേഹം അത് സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പ്രാർത്ഥിച്ചു, രോഗം സുഖപ്പെട്ടു. ബന്ധുവിന്റെ രോഗം സുഖപ്പെട്ടപ്പോൾ തേക്ക് തരണമെന്ന് പറഞ്ഞു. തേക്ക് തരാം, ഒരു പ്രയാസവുമില്ല. പക്ഷേ കോവിലകത്തിന്റെ നടുക്കുള്ള തേക്ക് ഒരിക്കലും വീടിന് യാതൊരു കോട്ടവും തട്ടാത്ത രൂപത്തിലെത്തണം. ഇത്രയും വലിയ ഒരു തേക്ക് മുറിച്ചെടുക്കാൻ പ്രയാസമാണ്. എങ്കിൽ ഒരു കോട്ടവും തട്ടാതെ മുറിക്കുകയാണെങ്കിൽ മുറിക്കാമെന്ന് പറഞ്ഞു. മുറിക്കാരെല്ലാവരും വന്നു. മരം വെട്ടുകാര്, വിദഗ്ധരായ മരം വെട്ടുകാർ വന്നിട്ട് അവരൊക്കെ ആ വിഷയത്തില് പരിഹാരം കാണാനാവാതെ എങ്ങനെ ഇത് മുറിക്കും, ഒരു കേടുപാടുമില്ലാതെ എങ്ങനെ മുറിക്കും എന്നുള്ളതിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ഈ കവിത ആലപിക്കുന്നത്. എന്നിട്ട് നബി തങ്ങളോട് പറയാൻ, ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രയാസത്തെ കുറിച്ച് തങ്ങൾക്കറിയാലോ. മാലി സിവാഹുബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫദ്ലി ജുദീക സഅദി. വല്ലാത്തൊരു വരിയാണ്, ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന വരിയാണ്. മാലി സിവാഹുബി, നബിയേ, എന്റെ കറകളഞ്ഞ സ്നേഹമല്ലാതെ മറ്റൊന്നും എന്റെ അടുത്തില്ല. ലദൈക, തങ്ങളുടെ സമക്ഷത്തിൽ വെക്കാൻ, വസീലത്തുൻ, തങ്ങളുടെ അടുത്ത് എനിക്കൊരു ബന്ധം, ഇന്ന ബന്ധത്തിന്റെ പേരിൽ തങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയാൻ, കൂടുതൽ ഇബാദത്ത് ചെയ്തതിന്റെ പേരിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ തങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയാൻ എന്റെ അടുത്ത് യാതൊരുവിധ ബന്ധവുമില്ല, യാതൊരുവിധ വകുപ്പുമില്ല. എനിക്ക് തങ്ങളോടുള്ള തെളിഞ്ഞ സ്നേഹമല്ലാതെ, മാലി സിവാ ഹുബ്ബി, എന്റെ സ്നേഹമല്ലാതെ, ലദൈക വസീലത്തുൻ, തങ്ങളെ അടുത്ത് എനിക്ക് യാതൊരു സ്ഥാനത്തിനും വകുപ്പില്ല. എനിക്ക് തങ്ങളോടുള്ള തെളിഞ്ഞ സ്നേഹം മാത്രമാണ്. തങ്ങളുടെ അടുത്ത് എനിക്ക് വല്ലതും അവകാശപ്പെടാനുണ്ടെങ്കിൽ ഉള്ളത്. അതുകൊണ്ട് ഫംനുൻ അലയ്യ ബിഫദ്ലി ജുദീക സഅദി, ഫംനുൻ അലയ്യ, ഓ നബിയേ, ഫംനുൻ അലയ്യ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം. ബിഫദ്ലി ജൂദിക, അങ്ങയുടെ ആ മഹത്തായ ഔദാര്യം കൊണ്ട് അങ്ങനെ അനുഗ്രഹിക്കണം. അസ്അദി, എങ്കിലേ ഈ പ്രശ്നത്തിൽ എനിക്ക് ജയിക്കാനൊക്കൂ. ഇന്നീ നസീലുക വനസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈറിൻ യഗ്തദി. ഇന്നീ നസീലുക, നബിയേ, ഞാൻ അങ്ങയുടെ ഗസ്റ്റാണ്, അങ്ങയുടെ ചാരത്ത് വന്ന വിരുന്നുകാരനാണ്. വന്നസീലു ലദൈക, തങ്ങളെ അടുത്ത് വിരുന്നെത്തിയ ഒരു വിരുന്നുകാരൻ. യാ ഖൈറൽ അനാം, പടപ്പുകളിൽ അതിശ്രേഷ്ഠരായ നബിതങ്ങളെ, തങ്ങളുടെ അടുത്തൊരാൾ വിരുന്നിനെത്തിയാൽ ബികുല്ലി ഖൈറിൻ യഗ്തദി,
വിരുന്നുണ്ട്. രാവിലെ എല്ലാ ഹൈറും നേടിക്കൊണ്ടാണ് രാവിലെ അയാൾ തിരിച്ചു പോകുക. അങ്ങയുടെ അടുത്ത് വിരുന്ന് വന്ന ഒരാൾക്ക് ഒന്നും കിട്ടാതെ തിരിച്ചു പോകൂല. വിഭവ സമൃദ്ധമായ ഭക്ഷണം കിട്ടും, ആകർഷകമായ പെരുമാറ്റം തങ്ങളിൽ നിന്ന് ലഭിക്കും. ബികുല്ലി ഖൈരിൻ യഗ്തദി. മാന്യനായ ആതിഥേയൻ നബിയെ തങ്ങളുടെ അടുത്ത്, മാന്യനായ ആതിഥേയനായ തങ്ങളുടെ അടുത്ത് വിരുന്നു കൂടാൻ വന്ന ഞാൻ വെറുതെയാകൂല. അങ്ങനെ വെറുതെയാകുന്ന ഒരു ആതിഥേയനല്ല തങ്ങള്. ആ ആതിഥേയന്റെ അടുത്തല്ല ഞാൻ വിരുന്നു വന്നത്, തങ്ങളുടെ അടുത്താണ്. ഫഅലൈക മിന്നാ കുല്ല വഖ്തിൻ ദായിമാ. അതുകൊണ്ട് നബിയെ ഞങ്ങളിൽ നിന്ന് എല്ലാ സമയത്തും നിത്യമായി ഞങ്ങളിൽ നിന്ന് നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ ശാശ്വതമായ സലാമോടുകൂടെ വിശുദ്ധമായ സ്വലാത്ത് അങ്ങേക്ക് എന്നും വർഷിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി വഅലാ സ്വഹാബതിക്കൽ കിറാമി ജമീഇഹിം വഅലാ സ്വഹാബതിക്കൽ കിറാമി ജമീഇഹിം. നബിയെ തങ്ങളുടെ ബഹുമാന്യരായ സ്വഹാബ കിറാമിന്റെ പേരിലും സ്വലാത്ത് ഉണ്ടാകട്ടെ. ജമീഇഹിം അവരെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. വത്താബിഈന ലഹും ബിഖൈരിൻ ഫജ്ഹദി. വത്താബിഈന ലഹും, ആ സ്വഹാബത്തിനോട് തങ്ങൾ കാണിച്ച റൂട്ടിലൂടെ ചലിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ അനുധാവനം ചെയ്ത് ആ സ്വഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ചവരുടെ മേലിലും സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ. വത്താബിഈന ലഹും ബിഖൈരിൻ ഫജ്ഹദി. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ, ആല സുഹാബിന്റെ മേലിൽ സ്വലാത്ത് ഉണ്ടായിരിക്കട്ടെ, ആ സ്വഹാബത്തിനെ പിന്തുടരുന്ന താബീങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. ഖിയാമത്ത് നാൾ വരെയുള്ളവർക്കൊക്കെ ദുആ എന്നിട്ട് പറയാ ഫജ്ഹദി വത്താബിഈന ലഹും ബിഖൈരിൻ എന്ന് പറഞ്ഞ പട്ടികയിൽ പെടാൻ നീ പരിശ്രമം നടത്തിക്കണമേ. ഫജ്ഹദി അത് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോ മഖ്ദൂം ചരിത്രത്തിൽ കാണാം, ഒരു വലിയ കാറ്റ് വന്നു എന്ന് കാണാം. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത്രേ, എല്ലാവരും അവരവരുടെ വീടുകൾ അടക്കണം എന്ന് പറഞ്ഞു. കോവിലകത്ത് വീടുകളൊക്കെ അടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു സംഭവം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. ഒരു വലിയ കാറ്റ് വന്നു, ഈ തേക്ക് പറഞ്ഞിട്ട് കടലിൽ ചെന്ന് വീണു. അത് തിരയിൽ കരക്കണിഞ്ഞു. അവിടെ നിന്ന് മുറിച്ചിട്ടാണ് പിന്നീട് പൊന്നാനിപ്പള്ളിയുടെ നിർമ്മാണം നടന്നതെന്ന് ചരിത്രത്തിൽ പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ റസൂലുള്ളാഹിയിലേക്ക് മനസ്സങ്ങ് തിരിച്ചു വെച്ചു. അത്ഭുതങ്ങൾ കാണിച്ചു ഹബീബ്. ഈ മങ്കൂസ് മൗലിദ് വിശദീകരിച്ച് ദുആ ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷയില്ലേ? ഈ സദസ്സിൽ ഈ സദസ്സ് ഹായിബാകുകയാണെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ 4-5 ദിവസം ഇവിടെ കൂടുന്നത്? ഹായിബാകൂല. ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരമുള്ള സദസ്സാകും. അല്ലാഹു ആക്കി തരട്ടെ. ഇതോടുകൂടെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഈ മങ്കൂസ് മൗലിദ് തൽക്കാലം സമാപിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതിയതാണെന്ന് പറയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതിന്റെ ശേഷം മങ്കൂസ് മൗലിദിന്റെ പ്രാർത്ഥനയായി വന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇതിന് വ്യാഖ്യാനം എഴുതിയത് എന്ന ഒരു ചോദ്യം വരുന്നു. 909 ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 909 ജനിച്ച ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന് ഈ മൗലിദ് ഉണ്ടാക്കുന്ന സമയത്ത് കേവലം 1 വയസ്സ് മാത്രം പ്രായമായിരിക്കും. ബഹുമാനപ്പെട്ടവരുടെ ഈ മൗലിദിന് എങ്ങനെയാണ് വ്യാഖ്യാനം എഴുതാൻ, അല്ല ഇതിനൊരു പ്രാർത്ഥന എഴുതി അനുഗ്രഹിക്കാൻ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കിട്ടിയത് എന്ന ചോദ്യത്തിന് മറുപടിയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഖ്ദൂം തങ്ങൾ ഒന്നാമന്റേതാണ് മങ്കൂസ് മൗലിദ് എങ്കിൽ മഖ്ദൂം തങ്ങളുടെ മകന്റെ മകനായ ചെറിയ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിന്റെ രചയിതാവായ ചെറിയ മഖ്ദൂം തങ്ങൾ അവർ പഠിച്ചത് ഇബ്നു ഹജർ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മക്കയിൽ പോയി പഠിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് തന്റെ ശിഷ്യനായ നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ രചയിതാവിന്റെ പേരക്കുട്ടിയായ ചെറിയ മഹദൂം തങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി ആ ഉസ്താദ് അന്ന് കേരളത്തിൽ വന്നു. 3 മാസക്കാലത്തോളം പൊന്നാനിയിലെ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അന്ന് വന്നപ്പോഴാണ് വാസ്തവത്തില് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വല്ലിപ്പ എഴുതിയ മങ്കൂസ് മൗലിദാണിതെന്ന് പറഞ്ഞപ്പോ അതിന് ഇങ്ങനെ ഒരു സമഗ്രമായ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന എഴുതി അനുഗ്രഹിച്ചത്. ഒരുപാട് പിറകില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം വബിജാഹി നബിയിക്കൽ കരീം വവലിയിക്കൽ അദീം എന്ന് പറഞ്ഞ വലിയനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്റെ മഹാനായ വലിയന്റെ ഹക്ക് കൊണ്ടും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാം മഹദൂം തങ്ങള് അഥവാ മങ്കൂസ് മൗലിദിന്റെ രചയിതാവിനെയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പ്രത്യേകം പറയുന്നത് കാണാം. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയ സംബന്ധമായുള്ള ചർച്ച താൽക്കാലികമായി ഇവിടെ സമാപിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നവരിൽ, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.